ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് എന്റെ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന കാണുന്നുണ്ടോ? യെസ് ഓർ നോ? ഫ്രാക്ഷൻ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. എൻ്റെ ഡെഫിനിഷൻ ഒന്നും നമ്മൾ എഴുതാൻ പോകുന്നില്ല. എല്ലാവർക്കും അറിയാം എന്ത് ഫ്രാക്ഷൻ നമ്മൾ എ ബൈ ബി ഫോമിലാണ് റെപ്രസെന്റ് ചെയ്യുക അല്ലെ. അങ്ങനെയാണ് ഫ്രാക്ഷൻ എന്ന് പറയുന്ന സംഭവം. അതിൽ എ എന്ന് പറയുന്നത് ന്യൂമറേറ്റർ ആണ്. അതൊന്നും എഴുതി വെക്കണ്ട, ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. എ എന്ന് പറയുന്നത് ന്യൂമറേറ്റർ ആണ്, ബി എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ ആണ്. ഇതൊക്കെ ചെറിയ ക്ലാസ്സിലേ നമ്മൾ പഠിക്കുന്നതാണ്. അതേപോലെ നമുക്ക് രണ്ട് ടൈപ്പ് ഫ്രാക്ഷൻ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ ചെറുതായിട്ടൊരു നോട്ട് പോലെ എഴുതിക്കോളൂ. എ ബൈ ബി ഫോം അല്ലേ. ഹിയർ എ ഇസ് ഈക്വൽ ടു ന്യൂമറേറ്റർ ആൻഡ് ബി ഈക്വൽ ടു ഡിനോമിനേറ്റർ. ഇനി പ്രോപ്പർ ഫ്രാക്ഷനും ഇംപ്രോപ്പർ ഫ്രാക്ഷനും തന്നെ ഒന്ന് പറഞ്ഞു നോക്കോ. എന്തായിരുന്നു പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ? പ്രോപ്പർ ഫ്രാക്ഷൻ വന്നത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം നമ്പർ ആയതാണ്. ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയാണെങ്കിൽ എഴുതിയെടുക്കാം, നിങ്ങൾ എഴുതി വെച്ചോളൂ. പ്രോപ്പർ ആൻഡ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. എന്താണ് അത് തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററേക്കാൾ ചെറുതാവും. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ ഈക്വലോ വലുതോ ആവാം. സിമ്പിൾ ആണ്. അപ്പൊ പ്രോപ്പർ ആൻഡ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്താണെന്ന് എഴുതി വെക്കുക. എക്സാമ്പിൾസ് എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലാതെ വലിയ ഡെഫിനിഷൻസ് ഒന്നും എഴുതി വെക്കണ്ട. ഇഫ് ന്യൂമറേറ്റർ ഈസ് ഗ്രേറ്റർ ദാൻ അങ്ങനെ ഒന്നും എഴുതി വെക്കണ്ട. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, പ്രോപ്പർ ഫ്രാക്ഷൻസ് എന്ന് എക്സാമ്പിൾസ് കൊടുത്താൽ മതി. പ്രോപ്പർ ഫ്രാക്ഷൻസ്. uh, 5/6, 2/7. ഇതിന്റെ ഒക്കെ പ്രത്യേകത എന്താ? ന്യൂമറേറ്റർ ഡിനോമിനേറ്ററേക്കാൾ ചെറുതാണ്. വേറൊരു 3 പേര് ഓരോ പ്രോപ്പർ ഫ്രാക്ഷൻസ് പറഞ്ഞതേ പെട്ടെന്ന്. സൻഹ ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ പറയൂ. 2/9. പറഞ്ഞോളൂ, ആർക്ക് വേണമെങ്കിൽ പറയാം. 2/9. 2/9. 7/16. ഇതിന്റെ ഒക്കെ പ്രത്യേകത എന്താ? പ്രത്യേകത? ന്യൂമറേറ്റർ ഈസ് ഗ്രേറ്റർ ദാൻ ഡിനോമിനേറ്റർ. ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാൾ വലുതാണ്, അത്രേ ഉള്ളൂ. ഇഫ് ന്യൂമറേറ്റർ ഈസ് ഗ്രേറ്റർ ദാൻ ഡിനോമിനേറ്റർ നമുക്ക് എന്ത് പറയാം? അത് പ്രോപ്പർ ഫ്രാക്ഷൻ ആണെന്ന് പറയാം. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഇത് എക്സാമ്പിൾസ് ആദ്യം നമ്മൾ കൊടുത്തു. ന്യൂമറേറ്റർ ഗ്രേറ്റർ ദാൻ ഡിനോമിനേറ്റർ. അതാണ് പ്രോപ്പർ ഫ്രാക്ഷന്റെ ഡെഫിനിഷൻ, ഡിനോമിനേറ്റർ. ഓക്കെ, ഓരോന്ന് വലിയ സെന്റൻസുകളൊന്നും ആക്കി പഠിക്കുക, കാരണം അത്രയും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അടുത്ത ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമറേറ്റർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിനോമിനേറ്റർ. ശ്രദ്ധിക്കുക, ന്യൂമറേറ്റർ ഗ്രേറ്റർ ദാൻ ആവാം, ഈക്വൽ ആയാലും കുഴപ്പമില്ല, ഈക്വൽ ടു ഡിനോമിനേറ്റർ. ഫോർ എക്സാമ്പിൾ 5/5. 5/5 എന്ന് പറഞ്ഞാൽ 1 ഹോൾ ആണ്. സ്റ്റിൽ നമ്മൾ എന്താ, അത് ഇംപ്രോപ്പർ ഫ്രാക്ഷന്റെ ഗ്രൂപ്പിലാണ് പെടുത്തുക. ഇനി 6/5. വേറൊന്ന് ആർക്കും പറയാം, പെട്ടെന്ന് പറഞ്ഞോളൂ. ന്യൂമറേറ്റർ ഗ്രേറ്റർ ദാൻ ആവാം, ഈക്വൽ ആവാം. ഇഷ്ടപ്പെട്ട എക്സാമ്പിൾസ് പറഞ്ഞോളൂ. 7/7. ഇനി ഒന്ന് ഈക്വൽ അല്ലാത്തത് പറഞ്ഞോളൂ. 6/2. അല്ലെ, 7/5, 100 അല്ലെങ്കിൽ 2026/2025. ഇതൊക്കെ ഇംപ്രോപ്പർ ആണ്. ഇംപ്രോപ്പറിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇറ്റ് ഈസ് ഐദർ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1 ഓർ ഗ്രേറ്റർ ദാൻ 1. കാരണം ഈ 5/5 എന്ന് പറഞ്ഞാൽ അത് 1 ആണ്, 7/7 എന്ന് പറഞ്ഞാൽ 1 ആണ്.
ഇനി ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാൾ ഗ്രേറ്റർ ആയി കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ ഒന്നിനേക്കാൾ കൂടുതലാവും. അപ്പൊ ഒന്നിനേക്കാൾ കൂടുതലായിട്ടുള്ള വാല്യൂ വരികയാണെങ്കിൽ നമുക്കതിനെ അങ്ങനെ ഒന്നിനേക്കാൾ കൂടുതൽ വാല്യൂ വരുന്ന ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പൊ ഒന്നിനേക്കാൾ കൂടുതൽ വാല്യൂ വരുന്ന 5/5ന്റെ വാല്യൂ എന്താ? 1 അതിനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റാറില്ല. 6/5 എന്താണ്? ഒന്നിനേക്കാൾ വലിയ ഒരു വാല്യൂ. 6ൽ ഒരു വട്ടം എന്തായാലും പോകുമല്ലോ. അപ്പൊ 6/5 നമുക്ക് 6ൽ എത്ര 5 പോകും? 1 കൃത്യമായിട്ട് പോകും. ബാക്കി എത്രയാണ്? 1 ബാലൻസ് വരുന്നത്. ആ ഒന്നിനെയും നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 1/5 ആയി. അതായത് 1 കഴിഞ്ഞ് പിന്നെ ഒരു ഫ്രാക്ഷനും. അപ്പം ഇംപ്രോപ്പർ ഫ്രാക്ഷനിലെ ന്യൂമറേറ്റർ ഗ്രേറ്റർ ദാൻ ഡിനോമിനേറ്റർ ആയി കഴിഞ്ഞാൽ അത് ഒന്നിനേക്കാൾ വലിയ വാല്യൂ ആവും. അത് നമുക്ക് മിക്സ്ഡ് ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതാൻ പറ്റും. അപ്പോ അതും കൂടെ ആ നോട്ട് ചെയ്തോളൂ. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ whose value is greater than 1. അത് നോട്ട് ചെയ്താൽ മതി. ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് whose value improper fraction whose value greater than 1 can be converted to mixed fraction form. ഈ ആശയം മനസ്സിലായോ നിങ്ങൾക്ക്? യെസ് ഓർ നോ ഒന്ന് പറഞ്ഞേ. ഈ ഒരു പോയിന്റ് മനസ്സിലായിട്ടുണ്ടോ? യെസ് ഓർ നോ? അതായത് ചില എല്ലാ ഇംപ്രോപ്പർ ഫ്രാക്ഷനും ഈക്വൽ ടു 1 ആവണം എന്നില്ല. ന്യൂമറേറ്റർ എപ്പോഴും ഈക്വൽ ആവണം എന്നില്ല ഇംപ്രോപ്പർ എന്ന് വിളിക്കാൻ. ന്യൂമറേറ്റർ ഗ്രേറ്റർ ദാൻ ആയാൽ ഇംപ്രോപ്പർ എന്ന് വിളിക്കാലോ. അത്തരം ന്യൂമറേറ്റർ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ എന്താവും? അയാളുടെ വാല്യൂ എന്താവും? ഗ്രേറ്റർ ദാൻ 1 ആവും. അപ്പോൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ whose value is greater than 1 or whose numerator is greater than denominator. ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാൾ ഗ്രേറ്റർ ആയാൽ എന്തായാലും അതിന്റെ വാല്യൂ എന്താവും? ഗ്രേറ്റർ ദാൻ 1 ആവും. അപ്പൊ അങ്ങനെ ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ള ഇംപ്രോപ്പർ ഫ്രാക്ഷൻസിനെ നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും? മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒന്നുകൂടെ നോക്കിയേ, എന്താ നമ്മൾ പഠിച്ചത്? പ്രോപ്പർ ആൻഡ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ ചെറുത് അല്ലെ, അതായത് ന്യൂമറേറ്റർ വലുത്. അങ്ങനെ ന്യൂമറേറ്റർ വെച്ച് പറഞ്ഞാൽ മതി. ന്യൂമറേറ്റർ വലുത്. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ, സോറി ഇവിടെ എഴുതിയപ്പോ മാറിപ്പോയി. ഇവിടെ ന്യൂമറേറ്റർ ഗ്രേറ്റർ ദാൻ ഡിനോമിനേറ്റർ എന്നാണോ എഴുതി വെച്ചത്? ലെസ് ദാൻ എന്നല്ലേ? ലെസ് ദാൻ എന്ന് കൊടുക്കണം കേട്ടോ, മാറിപ്പോരുതേ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതിൽ ഒരു മിസ്റ്റേക്ക് വന്നു അല്ലെ. ഒന്ന് നോക്കിയേ, അത് മാറ്റിയേ. ന്യൂമറേറ്റർ ചെറുതല്ലേ? 5 6നേക്കാൾ ചെറുതല്ലേ? അപ്പൊ ന്യൂമറേറ്റർ ലെസ് ദാൻ ഡിനോമിനേറ്റർ. തന്നെ ആ മിസ്റ്റേക്ക് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? തന്നെയാ? എന്നിട്ട് എന്താ പറയാ? ഞാൻ അപ്പൊ തന്നെ പറയണം കേട്ടോ, അപ്പോഴല്ലേ നമ്മള്, അല്ലെങ്കിൽ മിസ്റ്റേക്ക് ആയി പോകില്ലേ. ഞാൻ അതിപ്പോ ഒന്ന് റിവൈസ് ചെയ്തില്ലെങ്കിൽ മിസ്റ്റേക്ക് ആയി പോയിരുന്നു. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കണേ. ഞാൻ എന്തെങ്കിലും അങ്ങനെ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് എന്തോ അബ്നോർമൽ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ നോട്ട് ചെയ്യണ്ടാവും. സാർ ഇത് ഇങ്ങനെയല്ലേ എന്നൊന്നും ചോദിക്കുക കേട്ടോ. ഓക്കെ, ഗ്രേറ്റ്. അപ്പൊ ന്യൂമറേറ്റർ ലെസ് ദാൻ ആണെങ്കിൽ നമ്മൾ പ്രോപ്പർ എന്ന് പറയും. ന്യൂമറേറ്റർ ഈക്വലോ ഗ്രേറ്റർ ദാനോ ആണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? ഇംപ്രോപ്പർ എന്ന് വിളിക്കാം. അത് തന്നെ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. അത് വളരെ എളുപ്പമാണ്. ഫോർ എക്സാമ്പിൾ നോക്കൂ, അപ്പോ ഇപ്പൊ 6/5 ആണ്. 6/5 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 6ൽ എത്ര 5 പോവും? എത്ര 5 ഓടും? 1 പോവും അല്ലെ. ബാക്കി എത്ര റിമൈൻഡർ വരുന്നത്? 1/5 എന്ന് എഴുതാം. ഒന്ന് അങ്ങനെ എഴുതി വെച്ചേ. എഴുതി വെച്ചെങ്കിൽ യെസ് പറയൂ. ഇതിൽ നമുക്ക് വേറൊരു കണ്ടീഷൻ ഉണ്ട്. വാല്യൂ 1 ആയാൽ ഗ്രേറ്റർ ദാൻ 1 ആയാൽ മാത്രം പോരാ, റിമൈൻഡർ വരരുത് കേട്ടോ. ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനൊരു റിമൈൻഡർ വരരുത്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം 6/2 എന്ന് പറയുമ്പോഴേ അത് റിമൈൻഡർ ഇല്ലല്ലോ. റിമൈൻഡർ ഇല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ കൺവേർട്ട് മിക്സ്ഡ് ഫ്രാക്ഷൻ ഫോമിൽ എഴുതാൻ പറ്റില്ല. ഇപ്പൊ 6/2 എന്ന് പറഞ്ഞാൽ 3 അല്ലേ.
അതിൽ റിമൈൻഡർ ഒന്നും വരുന്നില്ല. അപ്പോൾ നമുക്കത് മിക്സഡ് ഫ്രാക്ഷനിൽ എഴുതാൻ പറ്റില്ല. അപ്പോൾ അതും കൂടെ ഒന്ന് അതിൽ എഴുതി, ഈ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എങ്ങനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കുന്നത് എന്നുള്ള സ്ഥലത്ത് അത് ആ ഒരു പോയിന്റ് കൂടെ നോട്ട് ചെയ്യണം. അപ്പോൾ ഹൂസ് വാല്യൂ ഗ്രേറ്റർ ദാൻ 1 മാത്രം പോരാ, അതിൻ്റെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ ഉണ്ടാവാൻ പാടില്ല, റിമൈൻഡർ ഉണ്ടാവണം അല്ലേ. അപ്പൊ എങ്ങനെ അതും കൂടെ ആ ഒരു പോയിന്റ് കൂടെ എങ്ങനെ ഉൾപ്പെടുത്തുക? ഒരു ബ്രാക്കറ്റിൽ കൊടുത്തോളൂ. ഇവിടെ ഒരു ബ്രാക്കറ്റ് കൊടുക്കണേ. റിമൈൻഡർ സ്പെല്ലിംഗ് ആയിട്ട് REMAIN ആണ്. റിമൈൻഡർ നോട്ട് ഈക്വൽ ടു 0. റിമൈൻഡർ 0 ആയി കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ കഴിയില്ല. റിമൈൻഡർ 0 അല്ല എന്നാണ്. അപ്പൊ റിമൈൻഡർ 0, അപ്പോൾ ഫോർ എക്സാമ്പിൾ 6/2 റിമൈൻഡർ എത്രയാണ്? ബാക്കി വരുന്നില്ലല്ലോ. കൃത്യം 3 ആൻസർ കിട്ടുന്നില്ലേ? ബാക്കി വരുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതുപോലെ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് ആക്കാൻ പറ്റില്ല. അപ്പൊ റിമൈൻഡർ എന്താ, ഒരു റിമൈൻഡർ വേണം. അതാണ് റിമൈൻഡർ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ റിമൈൻഡർ ഉണ്ട് എന്നാണ് അർത്ഥം. ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? അപ്പൊ റിമൈൻഡർ വരുന്ന ഏത് ഫ്രാക്ഷനെയും ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മിക്സഡ് ഫ്രാക്ഷൻ ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുന്ന ഒരു ഫ്രാക്ഷൻ പറഞ്ഞേ. 7/5 എങ്ങനെയാ നമുക്ക് നോക്കുക? 7ൽ എത്ര 5 ഉണ്ട് പറഞ്ഞോളൂ. ഹൗ മെനി 5 goes into 7? ഹൗ മെനി 5 goes into 7 പറഞ്ഞോളൂ. 1 അല്ലേ? 2 5s are 10, റൈറ്റ്? അപ്പൊ 1 5, അപ്പൊ അത് നമ്മൾ എഴുതി വെച്ചു, കഴിഞ്ഞു. അപ്പൊ ഇനി ബാക്കി എത്ര റിമൈൻഡർ? അതാ ഞാൻ പറഞ്ഞ റിമൈൻഡർ വേണം. റിമൈൻഡർ നോട്ട് ഈക്വൽ ടു 0, റിമൈൻഡർ വേണം, നോട്ട് 0 ആവരുത് എന്നാണ്. അതൊരു മെയിൻ കണ്ടീഷൻ ആണ്. അപ്പൊ എത്രയാണ് അവിടുത്തെ റിമൈൻഡർ? ഒരു 1 5s are 5, ബാക്കി റിമൈൻഡർ എത്രയാണ്? 2. ആ റിമൈൻഡർ ഇവിടെ എഴുതി വെക്കുക. അത്ര ഇമ്പോർട്ടന്റ് ആണ് ഈ റിമൈൻഡർ എന്ന് പറഞ്ഞാൽ. ആ റിമൈൻഡർ ഉണ്ടാവണം. ദർ ഷുഡ് ബി എ റിമൈൻഡർ. സോ ആ റിമൈൻഡർ എന്ത് എഴുതി വെക്കുക? ഇവിടെ എഴുതി വെക്കുക. ഇനി ഈ 5 കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യുന്നത്, അതുപോലെ ഇത് ഡിവൈഡഡ് ബൈ 5 എന്ന് എഴുതി വെക്കുക. അപ്പൊ 1 2/5 ആക്കാം. ഈസി അല്ലേ? ഐഡിയ ക്ലിയർ ആണോ? സോ ദർ ഷുഡ് ബി എ റിമൈൻഡർ. അപ്പൊ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ഇതേപോലെ റിമൈൻഡർ വരുന്ന ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതേപോലെ വേറൊരു എക്സാമ്പിൾ കൂടെ ചെയ്ത് നോക്കുക, എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യാം. 11/6 ആരാ പറയാ? സൻഹ യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തിയോ? എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സൻഹയ്ക്ക് പറയാലോ. ഒന്ന് പറഞ്ഞു നോക്കിയേ. 11/6. 11ൽ എത്ര 6 പോകും നോക്കുക ആദ്യം. എത്ര 6 പോകും? 1 അല്ലെ? 6ന്റെ ടേബിൾ ചൊല്ലി നോക്കിയാൽ മതി. 1 6 are 6, 2 6 are 12. 11 കഴിഞ്ഞു പോയി. അപ്പൊ 11ൽ എത്ര 6 പോവുള്ളൂ? ഒരു 6 പോവുള്ളൂ. ബാക്കി എത്ര? റിമൈൻഡർ എത്രയാണ്? റിമൈൻഡർ ആണ് ഇനി എഴുതേണ്ടത്. റിമൈൻഡർ എത്രയാണ്? 1 6 are 6 അല്ലേ? പിന്നെ 5 റിമൈൻഡർ വരുന്നില്ലേ? അല്ലെ? 6 7 8 9 10 11 അല്ലെ? 5 റിമൈൻഡർ. ആ 5 എന്ത് ചെയ്യാം? ഒന്ന് ഉയർത്തി ഇവിടെ എഴുതുക. കുറച്ചൊന്ന് ഉയർത്തി ഇവിടെ എഴുതുക 5. എന്നിട്ട് ആരെ കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്? ആ റിമൈൻഡറിനെയും ആരെ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യണം? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 5/6 എന്ന് എഴുതിയാൽ മതി. കഴിഞ്ഞോ? ഈസി അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി വേറെ ആരാ? ഷൻസ എവിടെ ഉണ്ടോ? അപ്പൊ 15 ഡിവൈഡഡ് ബൈ 4 ഒന്ന് പറഞ്ഞേ. 50 അതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. മാത്രമല്ല ഒരു റിമൈൻഡർ വരുന്നുണ്ട്. അപ്പൊ ഇത് നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പറഞ്ഞോളൂ. എങ്ങനെയാ? 3 4s are 12 അല്ലെ? 4 4s are 16 ആണ്. അപ്പൊ 3 4s, അപ്പൊ അത് എഴുതി. ഇനിയോ റിമൈൻഡർ എഴുതണം. റിമൈൻഡർ എത്രയാണ്? 3 4s are 12. 3 അല്ലേ റിമൈൻഡർ വരുന്നത്? ആണോ? അല്ലെ? 3. അപ്പൊ 3 ഇവിടെ എഴുതുക, കുറച്ച് ഉയർത്തി എഴുതുക. ഡിവൈഡഡ് ബൈ ആരെ കൊണ്ടാ ഡിവൈഡ് ചെയ്യേണ്ടത്? ആ റിമൈൻഡറിനെ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 4 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യണം. അപ്പൊ അത്ര എഴുതി വെക്കുക. 3 3/4. ഈസി അല്ലേ? ഓക്കെ ആണോ? ഓക്കെ ആണോ? യെസ് ഓർ നോ? അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഒന്നുകൂടെ നോക്കിയേ. ഫ്രാക്ഷനെ പറ്റി നമ്മൾ എന്താ പഠിച്ചത്? ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഉണ്ട്. ഓക്കെ.
പിന്നെ അത് പ്രധാനപ്പെട്ട 2 കാറ്റഗറിയാണ് പ്രോപ്പറും ഇംപ്രോപ്പറും. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. പ്രോപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂമറേറ്റർ ചെറുതാണെങ്കിൽ പ്രോപ്പർ ആണ്. ന്യൂമറേറ്റർ വലുതോ ഈക്വലോ ആണെങ്കിൽ അതെന്താണ്? ഇംപ്രോപ്പർ ആണ്. ആ ഇംപ്രോപ്പറിൽ തന്നെ റിമൈൻഡർ വരുന്ന റിമൈൻഡർ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞത് അത് മാത്തമെറ്റിക്കലി എഴുതിയാട്ടോ. ദർ ഷുഡ് ബി എ റിമൈൻഡർ. അതാണ് ഇതിന്റെ അർത്ഥം. ഇംപ്രോപ്പർ ഫ്രാക്ഷനെ പ്രോപ്പർ മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി എ റിമൈൻഡർ. ആരെ മാത്രമേ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ? ഇംപ്രോപ്പർ ഫ്രാക്ഷനെ, അല്ലേ? അപ്പൊ അത് എങ്ങനെ മിക്സഡ് ഫ്രാക്ഷൻ ഫോമിൽ എഴുതാം? മിക്സഡ് ഫ്രാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു ഹോൾ നമ്പർ ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവും? ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ ഉണ്ടാവും. അതാണ് മിക്സഡ് ഫ്രാക്ഷന്റെ ഫോം ഓഫ് എ മിക്സഡ് ഫ്രാക്ഷൻ. ഫോം ഓഫ് മിക്സഡ് ഫ്രാക്ഷൻ ഒരു സൈഡിൽ എഴുതി, ഒരു ബോക്സിലാക്കി എഴുതിയാൽ മതി. മിക്സഡ് ഫ്രാക്ഷൻ ഹോൾ നമ്പർ പിന്നെ ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ എ ബൈ ബി. ഒരു ഹോൾ നമ്പറിന്റെ അടുത്ത് എ ബൈ ബി എന്ന് എഴുതി. വേർ എ ബൈ ബി ഈസ് എ പ്രോപ്പർ ഫ്രാക്ഷൻ. ഹിയർ എ ബൈ ബി ഈസ് പ്രോപ്പർ ഫ്രാക്ഷൻ. ഒരു പ്രോപ്പർ ഫ്രാക്ഷനും ഒരു ഹോൾ നമ്പറും എന്നുള്ള രൂപത്തിലാവും എങ്ങനെ ഉണ്ടാവുക? മിക്സഡ് ഫ്രാക്ഷൻ ഉണ്ടാവുക കേട്ടോ. പ്രോപ്പർ ഫ്രാക്ഷൻ. അപ്പൊ ഒരു ഹോൾ നമ്പർ എ ബൈ ബി അതാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് എക്സാമ്പിൾ കൊടുക്കാം. 3/4 കണ്ടോ? 3 ഒരു ഹോൾ നമ്പർ ആണ്, 3/4 ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. അപ്പൊ അതിന്റെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഫോം ആണ് എന്ത്? ഹോൾ നമ്പറിന്റെയും ഒരു പ്രോപ്പർ ഫ്രാക്ഷന്റെയും മിക്സ്ഡ് ആയിട്ടുള്ള ഫോം ആണ് മിക്സ്ഡ് ഫ്രാക്ഷൻ ഫോം. ഐഡിയ ക്ലിയർ ആണെങ്കിൽ ഒന്ന് യെസ് പറഞ്ഞേ. ഓക്കെ, ഇനി നമുക്ക് ഓപ്പറേഷൻസ് പഠിക്കണം. കൃത്യമായിട്ട് ഇത്രയേ ഉള്ളൂ. ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഓപ്പറേഷൻസ് പഠിക്കണം. ഓപ്പറേഷൻസ് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു കാര്യമാണ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് ഫ്രാക്ഷൻ. എഴുതിക്കോളൂ. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് ഫ്രാക്ഷൻ. മലയാളത്തിൽ പറയുകയാണെങ്കിൽ അടിസ്ഥാന തത്വം, അത്രയേ ഉള്ളൂ. ഫ്രാക്ഷൻ ഭിന്നസംഖ്യകളുമായി ബന്ധപ്പെട്ട അടിസ്ഥാന തത്വം. ഭിന്നസംഖ്യ എന്നാണ് മലയാളത്തിൽ ഫ്രാക്ഷന് പറയാം കേട്ടോ. ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ, നമ്മളൊക്കെ മലയാളികളായതുകൊണ്ട്. അപ്പോൾ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് ഫ്രാക്ഷനുമായി ബന്ധപ്പെട്ട ഒരു അടിസ്ഥാന തത്വമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. നമ്മൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലോ, ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലോ ആ ഫ്രാക്ഷന്റെ വാല്യൂ മാറില്ല. അത്രയേ ഉള്ളൂ, സെയിം വാല്യൂ. ഫോർ എക്സാമ്പിൾ 5/2 ആണ്. ഞാൻ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, മുകളിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നോക്കൂ, ഈ 2 2 വെട്ടി പോവാലോ. അതായത് ബേസിക്കലി എന്ത് കിട്ടും? 10/4 എന്ന് കിട്ടും. അതായത് 5/2ന്റെ അതേ വാല്യൂ ആണ് ആർക്ക് ഉണ്ടാവുക? 10/4 ഉണ്ടാവുക. ഐഡിയ ക്ലിയർ ആണോ? അപ്പൊ എന്താണ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് ഫ്രാക്ഷൻ? ഒരു ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിനെയോ ഡിനോമിനേറ്ററിനെയോ ഒരേ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ ഡിവൈഡ് ചെയ്താലോ ഫ്രാക്ഷന്റെ വാല്യൂ മാറില്ല എന്നുള്ളതാണ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് ഫ്രാക്ഷൻ. ഓക്കെ ആണോ? ഇനി നേരെ ഡിവൈഡ് ചെയ്യുന്ന കേസ് കാണിച്ചാൽ 10/4 അല്ലേ? ഇപ്പൊ 10നെ ഞാൻ എന്ത് ചെയ്തു? /2 ചെയ്തു. 4നെയും /2 ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? 5/2 എന്ന് കിട്ടുക. നേരത്തെ കിട്ടിയ സംഭവമാണ്. അപ്പൊ ഇത് രണ്ടും എന്താണ്? സെയിം ആണ്. ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ പറയട്ടെ. 7/3 ഞാൻ ഇൻറ്റു 2 എന്ന് ചെയ്തു, ഇവിടെ ഇൻറ്റു 3 ചെയ്തു. ഓക്കെ, അപ്പോൾ എനിക്ക് 7/3 ആയിരുന്നു ആദ്യം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. ഞാൻ ന്യൂമറേറ്ററിനെ 2 കൊണ്ടും ഡിനോമിനേറ്ററിനെ 3 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം 14/9 എന്ന് കിട്ടി. 7/3 14/9 ഈക്വൽ ആവുമോ? യെസ് ഓർ നോ? നിങ്ങൾ പറഞ്ഞേ. ഷെൻസ പറഞ്ഞേ ഈക്വൽ ആവുമോ? യെസ് ഓർ നോ? ഈക്വൽ ആവില്ല. കാരണം കാരണം കൂടെ പറഞ്ഞേ. ഒരേ നമ്പർ കൊണ്ടല്ല മൾട്ടിപ്ലൈ ചെയ്തത്. കണ്ടോ? ഒന്ന് 2 കൊണ്ട് ഒന്ന് 3 കൊണ്ട് ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ നിങ്ങൾ 7/3നെ 2026 കൊണ്ടും മുകളിൽ 2026 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാല്യൂ കിട്ടുമല്ലോ. 7 × 2026 എന്തോ ഒരു വാല്യൂ കിട്ടുമല്ലോ. ഡിവൈഡ് ബൈ 3 × 2026 എന്തോ വാല്യൂ കിട്ടുമല്ലോ. ആ വാല്യൂവും ഈ 7/3 ഈക്വൽ ആവും.
ആകെ ഒരു കണ്ടീഷനേ ഉള്ളൂ, നിങ്ങൾ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ഒരേ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ വാല്യൂ മാറില്ല. ഇനി ഡിവൈഡ് ചെയ്താലും അങ്ങനെ തന്നെയാണ് കേസ്. അപ്പൊ അതൊന്ന് എഴുതി വെച്ചേ, അതൊന്ന് എഴുതി വെക്കുക, എന്നിട്ട് എക്സാമ്പിൾസ് എഴുതിയാൽ മതി. അപ്പൊ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിളിന്റെ സ്പെല്ലിംഗ് തെറ്റാണോ? പ്രിൻസിപ്പിൾ നല്ല കുട്ടികളാണെങ്കിൽ വേഗം നോട്ട് ചെയ്ത് പറഞ്ഞുതരും. അപ്പം അത് ശ്രദ്ധിക്കണം. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് ഫ്രാക്ഷൻ. ഓക്കെ, ഇനി എഴുതി വെച്ചേ. if we multiply ഹെഡിങ് എഴുതി വെച്ചോ നിങ്ങൾ? ഹെഡിങ് എഴുതിയിട്ട് ഒന്ന് യെസ് പറഞ്ഞേ എല്ലാവരും. 3 പേരുടെയും ഇത് കേൾക്കട്ടെ, ശബ്ദം കേൾക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇനി ഒന്ന് നമുക്ക് എഴുതി വെക്കാം. ഇഫ് വി മൾട്ടിപ്ലൈ ഓർ ഡിവൈഡ് if we multiply or divide numerator and denominator by same number, then the value of fraction does not change. Value of that fraction does not change. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണത്. എക്സാമ്പിൾസ് കാണിച്ചു കൊടുക്കുക. ഇത്ര എഴുതി വെച്ചിട്ട് യെസ് പറയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ എന്നാ വായിക്കുക. ഫോർ എക്സാമ്പിൾ നമ്മളെ കയ്യിൽ 5/2 എന്നുണ്ട്. 5/2 പ്രോപ്പർ ആണോ ഇംപ്രോപ്പർ ആണോ? 5/2 പ്രോപ്പർ ആണോ ഇംപ്രോപ്പർ ആണോ? ഇംപ്രോപ്പർ ആണ്. ന്യൂമറേറ്റർ വലുതല്ലേ? ന്യൂമറേറ്റർ ഈക്വലോ വലുതോ ആണെങ്കിൽ ഇംപ്രോപ്പർ ആണ് അല്ലേ? അപ്പൊ 5/2 ഡസന്റ് മാറ്റർ, അത് പ്രോപ്പർ ആയാലും ഇംപ്രോപ്പർ ആയാലും ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് ഫ്രാക്ഷനിൽ മാറ്റം വരാനൊന്നും പോകുന്നില്ല. ഓക്കെ, എനിവേ ഞാൻ എന്ത് ചെയ്യാണ്, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ അല്ല, ഈക്വൽ ടു കൊടുക്കുക. ദിസ് വിൽ ബി ഈക്വൽ ടു 5/2 ഇൻറ്റു 3 കൊടുക്കുക, മുകളിലും 3 തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. വിച്ച് ഇസ് ഈക്വൽ ടു 15 ഡിവൈഡഡ് ബൈ 6 അല്ലേ? അപ്പോൾ അതായത് എന്താ, ഇവിടെ 5/2ഉം 15/6ഉം എന്താണ്, ഈക്വൽ ആണ്. അതാണ് ഈക്വൽ സിമ്പിൾ. കണ്ടോ, എല്ലായിടത്തും ഈക്വൽ ഇട്ട് കഴിഞ്ഞാൽ അതിനർത്ഥം ഈക്വൽ ആണ്. നേരെ തിരിച്ചു എഴുതാം കേട്ടോ, വേറൊരു വാല്യൂ ആണ് 20 ഡിവൈഡഡ് ബൈ ഇതാണ് ലോവസ്റ്റ് ഫോമിലേക്കൊക്കെ ആക്കുമ്പോൾ ഈ ഐഡിയ നമ്മൾ ഉപയോഗിക്കുക. ഒരു ഫ്രാക്ഷന്റെ വാല്യൂ ലോവസ്റ്റ് ഫോമിലേക്ക് ആക്കുന്ന സമയത്ത് 20 ഡിവൈഡ് ബൈ 25 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് രണ്ടും 5ൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 20 ഡിവൈഡ് ബൈ 25 എന്നുള്ളതിനെ മുകളിലും 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു, താഴെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എന്താ ആൻസർ കിട്ടുക? ലോവസ്റ്റ് ഫോമിലേക്ക് ആക്കുക. ഈ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലോവസ്റ്റ് ഫോമിലേക്ക് ആക്കുക. ആൻസർ എന്താ കിട്ടുക? ഒന്ന് പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ. വെരി ഗുഡ്. 4 അല്ലേ? 4/5 എന്ന് കിട്ടും. അപ്പൊ 6 തമ്മിൽ ഈക്വൽ ആണ്. 20/25 എന്ന് പറഞ്ഞാലും 4/5 എന്ന് പറഞ്ഞാലും എന്താണ്, ഈക്വൽ ആണ്. പറയുന്നത് ക്ലിയർ ആണോ? ഓക്കെ ആണോ? വേണമെങ്കിൽ നമുക്ക് കാൽക്കുലേറ്ററിൽ കാണിച്ചു തരാം. 20/25 ചെയ്ത് നോക്കാം, എന്താ വാല്യൂ കിട്ടും നോക്കാം. 20 ഡിവൈഡഡ് ബൈ 25 ഈക്വൽസ് 0.8 ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് 4/5 ഒന്ന് ചെയ്ത് നോക്കാം. 4 ഡിവൈഡഡ് ബൈ 5 വിച്ച് ഇസ് ഈക്വൽ ടു, അതും 0.8 ആണ്. ഇവിടെ സൈഡിൽ നോക്കിയാൽ മനസ്സിലാവും. 4/5 0.8 ആണ് ഡെസിമൽ ഫോമിൽ, 20/25 0.8 ആണ് ഡെസിമൽ ഫോം. രണ്ടിനും ഒരേ വാല്യൂ ആണ്. എക്സ്പെരിമെന്റലി നമ്മൾ എന്ത് ചെയ്തു, അത് മനസ്സിലാക്കി. ഐഡിയ ക്ലിയർ ആണെങ്കിൽ യെസ് പറഞ്ഞേ. ഈ ആശയം പഠിച്ചവർക്കാണ് എന്താ ഓപ്പറേഷൻസ് ഓഫ് ഫ്രാക്ഷൻസിലേക്ക് പോകാൻ പറ്റുള്ളൂ. വേഗം ഹെഡിങ് എഴുതിയേ, ഓപ്പറേഷൻസ് ഓഫ് ഫ്രാക്ഷൻസ്.
വിത്ത് ഫ്രാക്ഷൻസ്, ഓപ്പറേഷൻസ് വിത്ത് ഫ്രാക്ഷൻസ്. മാത്സിലുള്ള ബേസിക് 4 ഓപ്പറേഷൻസ് ഏതൊക്കെയാ? മാത്തമാറ്റിക്സിലുള്ള ബേസിക് 4 ഓപ്പറേഷൻസ്: അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അല്ലേ? അപ്പൊ അത് മുഴുവൻ നമുക്കറിയാം. ഇതിൽ ഏറ്റവും എളുപ്പം ഏതാണെന്നറിയോ? മൾട്ടിപ്ലൈ ചെയ്യാനാ. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ നമുക്ക് ഈസി ആയിട്ട് ചർച്ച ചെയ്യാം. അപ്പൊ ആദ്യം അത് വേഗം കഴിയുമല്ലോ. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ അടി കൊടുക്കുക. മൾട്ടിപ്ലിക്കേഷൻ വളരെ ഈസിയാണ്. നമുക്ക് അരിത്തമെറ്റിക് സ്കില്ല് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. 5/7 ഇൻറ്റു 2/3. എന്താ ചെയ്യേണ്ടത്? തനായ ഒന്ന് പറഞ്ഞുതരൂ. എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ രണ്ട് ഫ്രാക്ഷൻ മൾട്ടിപ്ലൈ ചെയ്യാൻ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? ന്യൂമറേറ്ററുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 5 ഇൻറ്റു 2 ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററുകൾ തമ്മിൽ മൾട്ടിപ്ലൈ 7 ഇൻറ്റു 3. പ്രത്യേകിച്ച് ഒന്നും നോക്കാനില്ല. അപ്പോൾ എന്ത് കിട്ടും? 10 ഡിവൈഡ് ബൈ 21. ഇനി നമുക്ക് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് ഫ്രാക്ഷൻ ഉപയോഗിച്ച് ലോവസ്റ്റ് ഫോമിലേക്ക് വേണമെങ്കിൽ ആക്കാം. മുകളിലും താഴെ ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അവിടെ വെച്ച് നിർത്താം. ലോവസ്റ്റ് ഫോമിലേക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറൊന്നും എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, അതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് നിർത്തി. ഇത് ക്ലിയർ ആണോ? അപ്പോൾ 1 മാർക്ക് ചെയ്തിട്ട് അത് എഴുതിക്കോളൂ. എഴുതി കഴിഞ്ഞെങ്കിൽ യെസ് പറഞ്ഞേ. ഓക്കെ ആണ്. ഇനി മൾട്ടിപ്ലിക്കേഷൻ തന്നെ വേറൊരു ടൈപ്പ്, അതായത് സെയിം ഡിഫറെന്റ് ഡിനോമിനേറ്റർ ആയിരുന്നില്ലേ ഇത്? അടുത്ത നമുക്ക് സെയിം ഡിനോമിനേറ്റർ ആക്കി നോക്കാം. ഇൻറ്റു 2/7 ആയിക്കോട്ടെ, അല്ലെങ്കിൽ 3/7. കണ്ടോ? സെയിം ഡിനോമിനേറ്റർ ആയി കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യുക? ആരാ പറയാ? ഷൻസ് അല്ല, തനയെ പറഞ്ഞോളൂ. എങ്ങനെയാ മൾട്ടിപ്ലൈ ചെയ്യാം? ചെയ്യാം, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഒരു കുഴി കുഴിച്ചു, ആ കുഴിയിൽ നിന്ന് തന്നെ രക്ഷപ്പെട്ടു. ഓക്കെ, 7 ഇൻറ്റു 7. ഇങ്ങനെ തന്നെ, വേറെ ഒന്നും ചെയ്യാല്ല. 15/49. എനിക്ക് തോന്നുന്നു 15ലും 49ലും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ വേണമെങ്കിൽ നമുക്കത് സിംപ്ലിഫൈ ചെയ്ത് ലോവസ്റ്റ് ഫോമിലേക്ക് ആക്കാം. അങ്ങനെ ആക്കിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, വേണമെങ്കിൽ ചെയ്യാം. എങ്ങനെ എനിക്ക് പെട്ടെന്ന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും നോക്കി. ഡിവിസിബിലിറ്റി എന്ന് പറയുന്നത് ചില നമ്പേഴ്സ് വളരെ എളുപ്പമാട്ടോ. ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയാനേ വളരെ എളുപ്പമാണ്. ഒരു മിനിറ്റ്. ഓക്കെ, ഡിവിസിബിലിറ്റി. ഓക്കെ, ഇത് വളരെ എളുപ്പമാണ്. ഈ രണ്ട് സംഖ്യകൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് എങ്ങനെയാ നോക്കുക? ഒരു സംഖ്യ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് എങ്ങനെയാ നോക്കുക? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഈവൺ നമ്പർ ആണോ നോക്കിയാൽ മതി, അല്ലേ? അതായത് ഈവൺ നമ്പർ എന്ന് പറഞ്ഞാൽ 0, 2, 4, 6, 8. ഇതിൽ ഏതെങ്കിലും വൺസിന്റെ ഡിജിറ്റിൽ വന്നാൽ അത് ഈവൺ നമ്പർ ആണ്. അപ്പോൾ ഈവൺ നമ്പർ ആണെങ്കിൽ 2 കൊണ്ട് എന്തായാലും ഡിവൈഡ്. അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് ഐഡിയ നമ്മുടെ മനസ്സിലേക്ക് വരും. ഈവൺ നമ്പർ ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 10/16 ആണെന്ന് വിചാരിക്കുക. അപ്പൊ പെട്ടെന്ന് നമുക്ക് മനസ്സിലായി മുകളിലും താഴത്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ എന്താ? 10 ഡിവൈഡ് ബൈ 2 5 ആണ്, കാരണം ഈവൺ നമ്പർ ആണ്. 16 ഡിവൈഡ് ബൈ 2 എത്രയാണ്? പറഞ്ഞോളൂ. 8 ആണ്. കണ്ടോ? ലോവസ്റ്റ് ഫോമിലേക്ക് ആക്കാൻ ഡിവിസിബിലിറ്റി നോളജ് അറിയുന്നത് നല്ലതാണ്. ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? അപ്പൊ എപ്പോഴും ഫ്രാക്ഷൻ ലോവസ്റ്റ് ഫോമിലേക്ക് ആക്കുന്നതാണ് സ്റ്റാൻഡേർഡ്. ഓക്കെ, എന്തുകൊണ്ട് അങ്ങനെ പറ്റുന്നു? ബിക്കോസ് വി നോ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് ഫ്രാക്ഷൻ. രണ്ട് ഭാഗത്തും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രാക്ഷന്റെ വാല്യൂ മാറില്ല. അപ്പൊ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഏറ്റവും ലോവസ്റ്റ് ഫോമിലേക്ക് ആക്കുന്നതാണ്. അപ്പൊ 10/16 10നെയും 16നും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് നമ്മൾ 5/8 ആക്കി. ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഫാസ്റ്റ് ആയിട്ട് പറയാൻ കാരണം ഇത് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. നിങ്ങൾക്ക് സ്ലോ ആക്കണമെങ്കിൽ എന്നോട് ജസ്റ്റ് പറഞ്ഞാൽ സാറേ അതൊന്നുകൂടെ പറയൂ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. നോ പ്രോബ്ലം. ഇനി ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് എങ്ങനെ പെട്ടെന്ന് ഇത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയെന്നുള്ള. 2 കൊണ്ട് ഡിവിഷൻ നോക്കണമെങ്കിൽ ഈവൺ നമ്പർ, അല്ലേ? അപ്പൊ ഡിവിഷൻ ബൈ 2 നോക്കണമെങ്കിൽ ഈസി ട്രിക്ക് എന്താണ്? ഇപ്പൊ എഴുതി വെക്കണ്ട, ഞാൻ നോട്ട് തരാം, ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. ഈവൺ നമ്പർ ആണോ നോക്കിയാൽ മതി. ഡിവിഷൻ ബൈ 3 പോസിബിൾ ആണോ നോക്കണമെങ്കിൽ ഒരു ട്രിക്ക് ഉണ്ട്. ആർക്കെങ്കിലും അറിയുന്നവർക്ക് പറയാം. ഒരു നമ്പർ കണ്ട പെട്ടെന്ന് അതിനെ 3 കൊണ്ട് റിമൈൻഡർ ഇല്ലാതെ ഹരിക്കാൻ പറ്റുമോ ഇല്ലയെന്ന് എങ്ങനെ മനസ്സിലാക്കാം?
സാർ അത് ആഡ് ചെയ്യാ, ഡിജിറ്റ്സ് ആഡ് ചെയ്യാ. ഡിജിറ്റ് സം എന്താവണം? 3ന്റെ മൾട്ടിപ്പിൾ ആയാൽ മതി. ഡിജിറ്റ് സം 3ന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കിയാൽ മതി. സിമ്പിളാ. 1+5 15ന്റെ ഡിജിറ്റുകൾ ഏതാ? 1ഉം 5ഉം ആണ്. 1+5 6 ആണ്. 6 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉള്ളതല്ലേ, അപ്പൊ 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അതേപോലെ 4+9 എത്രയാണ്? 4+9 എത്രയാണ്? 13 അല്ലേ? അപ്പൊ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിനെ മുകളിലും താഴത്തും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ. 49 പെട്ടെന്ന് എന്റെ മൈൻഡിൽ 3 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് തോന്നി. പക്ഷെ 4+9 ആഡ് ചെയ്ത് നോക്കൂ, എത്ര കിട്ടുക? 4+9 എത്രയാണ്? 4+9 എത്രയാണ്? 4+9 എത്രയാണ്? 13. 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വരുന്നുണ്ടോ? 3ന്റെ മൾട്ടിപ്പിൾ ആണോ? ഇല്ല അല്ലെ. അപ്പം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ മുകളിലും താഴത്തും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് ചെറുതാക്കാൻ പറ്റില്ല. അപ്പൊ അത് അവിടെ നിർത്തിക്കോട്ടെ. പറയുന്നത് ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അപ്പൊ മിനിമം നമുക്ക് ഡിവിഷൻ ബൈ 2 ഈവൻ നമ്പർ അതറിയാം. ഡിവിഷൻ ബൈ 3 ഡിജിറ്റ് സം. ഇനി വേണമെങ്കിൽ നമുക്ക് ഡിവിഷൻ ബൈ 5 ഈസി അല്ലേ? ഡിവിഷൻ ബൈ 5 അത് ജസ്റ്റ് പഠിച്ച 4ഉം ഈസിയാണ്. പക്ഷെ തൽക്കാലം ഞാൻ 5 പറഞ്ഞു നിർത്താം. ഡിവിഷൻ ബൈ 5 ഈസിയാണ്. വൺസിന്റെ ഡിജിറ്റില് 0 or 5 ഇൻ വൺസ് ഡിജിറ്റ്. ഇത് ഞാൻ ഇപ്പൊ എഴുതിയെടുക്കാനുള്ള നോട്ടല്ല. പലപ്പോഴായിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ ഓർമ്മിച്ച് വരും. അങ്ങനെ ഓർമ്മിച്ച് മൈൻഡിൽ കയറ്റാനുള്ളതാണ്. ഒരിക്കൽ അങ്ങോട്ട് നോട്ട് എഴുതി തീർക്കാനുള്ളതല്ല. എപ്പോഴും ഉപയോഗപ്പെടുന്ന കാര്യമല്ലേ. ജസ്റ്റ് നിങ്ങൾ ഈ പിക്ചർ ഒന്ന് മൈൻഡിൽ വെക്കുക. ഡിവിഷൻ ബൈ 2 ഈവൻ നമ്പർ ആണ്, പെട്ടെന്ന് ഡിവൈഡ് ചെയ്യാൻ പറ്റും രണ്ടുകൊണ്ടും. ഡിവിഷൻ ബൈ 3 ഡിജിറ്റ് സം 3ന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കിയാൽ മതി. ഡിവിഷൻ ബൈ 5 ചെയ്യാൻ പറ്റുമോ? 0 5 വൺസ് ഡിജിറ്റ് അല്ലെ. വൺസ് ഇങ്ങനെ എഴുതിയാൽ മതി. വൺസ് ഡിജിറ്റില് 0 5 ഉണ്ടെങ്കിൽ നമുക്ക് 5 കൊണ്ട് ഈസി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എന്തായാലും ഇത് അങ്ങനെയൊന്നും പറ്റില്ല. നമുക്ക് 15/49 തന്നെ എഴുതി വെച്ചാൽ മതി. ഇനി ഞാൻ അതിന്റെ സ്പെഷ്യൽ കേസ്, മൂന്നാമത്തെ പ്രോബ്ലം അതിന്റെ സ്പെഷ്യൽ കേസ് ആണ്. 5 × 7/3 ഇങ്ങനെയാണെങ്കിലോ, ഒരു ഹോൾ നമ്പറും പിന്നെ ഒരു ഫ്രാക്ഷനും ആണ് മൾട്ടിപ്ലൈ ചെയ്യണ്ടെങ്കിലോ, അതെങ്ങനെയാ ചെയ്യാ? സൻഹോ ഒന്ന് പറഞ്ഞു നോക്കോ? പറഞ്ഞോളൂ. ഈ 5ന്റെ അടിയില് 1 അതായത് ബേസിക്കലി 5 എന്ന് പറഞ്ഞാൽ 5/1 അല്ലേ. 5/1 എന്ന് പറഞ്ഞാൽ 5 അല്ലേ. അപ്പൊ 5 × 7/3 5/1 × 7/3 എന്നാണ് അല്ലേ. അപ്പൊ ഇനി എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാ? 5 × 7 1 × 3 3 തന്നെ. അതുകൊണ്ട് ഇത് ഇങ്ങനെ പറയാ, ഇയാളെ ന്യൂമറേറ്ററിനെ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്നാ പറയാ. ബേസിക്കലി അത് എന്തുകൊണ്ടാ? നേരത്തെ പഠിച്ച അതേ റീസൺ തന്നെയാണ്. 5 is 5/1. സോ 1 × 3 always will be 3 അല്ലേ. അപ്പോ ആ 3 അതുപോലെ തന്നെ എഴുതിയിട്ട് 5 × 7 എഴുതിയാൽ മതി. 5 × 7 എത്രയാണ്? 5 × 7 അപ്പൊ എത്രയാണ്? 35/3 ആണ്. ഐഡിയ ക്ലിയർ ആണോ? അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതെന്തുകൊണ്ടാ സാറേ താഴെ മൾട്ടിപ്ലൈ ചെയ്യാത്തത്, മുകളിൽ മാത്രം മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്തുകൊണ്ടാ ചോദിച്ചു കഴിഞ്ഞാൽ 5 can be written as 5/1. 5/1 × 7/3 ഈ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാ മൾട്ടിപ്ലൈ ചെയ്യുക? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 1 × 3 3. അതുകൊണ്ടാണ് ഈ 3 അത് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഇല്ലാണ്ട് അവിടെ നിർത്തുന്നത്. ഇത്രയും ക്ലിയർ ആണെങ്കിൽ ഒന്ന് യെസ് ഉറക്കെ പറഞ്ഞേ. ഓക്കെ ആണ്. ഇനി ഒറ്റ ഓപ്ഷനും കൂടെ ഉള്ളു ഇതില്. എന്ത്? ആ ഒരു 5/2 × 3 ഇങ്ങനെയാണെങ്കിലോ, ആദ്യം ഫ്രാക്ഷൻ പിന്നെ ഹോൾ നമ്പർ. ഇതും സെയിം ആണ്. 5 × 3 ന്യൂമറേറ്ററിനെ മാത്രം ചെയ്താൽ മതി. ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു 15/2. ഐഡിയ ക്ലിയർ ആണെങ്കിൽ ഒന്ന് യെസ് പറഞ്ഞേ. അതെന്തുകൊണ്ടാണ് ഷൻസയോട് ചോദിച്ചാൽ ഇനി ഷൻസ എന്ത് പറയും? എന്തുകൊണ്ടാ ഇത് മുകളിലേക്ക് മാത്രം മൾട്ടിപ്ലൈ ചെയ്യുന്നത്, താഴത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തുകൂടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഷൻസ എങ്ങനെ മറുപടി പറയും? 3 can be written as 3/1. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാ ചെയ്യാ? ന്യൂമറേറ്ററിനും ഡിനോമിനേറ്റർ. 1 × 2 ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് 1 × 2 2 തന്നെയാണ്. അതുകൊണ്ടാണ് 2 എന്ന് എഴുതിയത് എന്ന് ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതൊന്നും അധികം എന്ത് ചെയ്യണ്ട, നോട്ടായിട്ട് എഴുതണ്ട, എക്സാമ്പിൾ മാത്രം എഴുതിയാൽ മതി. അപ്പൊ മൾട്ടിപ്ലിക്കേഷന്റെ എല്ലാ കാര്യവും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഈസി അല്ലേ? ഓക്കെ ആണെങ്കിൽ ഒന്ന് യെസ് പറഞ്ഞേ. ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ ഡിവിഷൻ ഹെഡിങ് എഴുതിയ ഡിവിഷൻ ആർക്കാ അറിയാം? അറിയുന്നവർക്ക് പറയാം.
ഒന്നാമത്തെ ചോദ്യം 5/3 നേരത്തെ അതേ ചോദ്യങ്ങളായാലോ 5/7 തന്നെ ആയിക്കോട്ടെ 5/7 ഡിവൈഡ് ബൈ 2/3 5/7 ഡിവൈഡഡ് ബൈ 2/3 എന്താ ചെയ്യാന്ന് ആർക്കെങ്കിലും അറിയെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ പറയാം. സർ ഇത് നമ്മൾ മൾട്ടിപ്ലിക്കേഷന്റെ സിമ്പിൾ ഇട്ടിട്ട് ചെയ്യാം. എനിക്ക് ആ ചെറിയൊരു ആ ഓർമ്മ പറഞ്ഞത് മതി. ചെറിയ ഓർമ്മ മതി, ബാക്കി ഞാൻ ഹെൽപ്പ് ചെയ്യാം. നീ പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. എന്താ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പില്? എന്നിട്ട് ഈ ഡിവിഷന്റെ ഇത് മാറ്റിട്ട് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എന്നിട്ട് നമ്മൾ സാധാ ചെയ്യണ പോലെ ചെയ്യും. അതായത് ഇത്രയേ ഉള്ളൂ, 5/7 ഇൻറ്റു 2/3 ചെയ്തിട്ട് ചെയ്യാം, അങ്ങനെയാണോ? അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അങ്ങനെയല്ല. അങ്ങനെ ആവുമോ നോക്കിയേ. ഡിവിഷൻ എന്ന് പറഞ്ഞാലും ഇൻറ്റു എന്ന് പറഞ്ഞാലും ഒന്നല്ലല്ലോ. അപ്പൊ അങ്ങനെ എന്തായാലും അല്ല. ഇവിടെ എന്തോ ഒരു ചെറിയ തെറ്റുണ്ട്. ആ ചെറുതല്ല, കുറച്ച് വലുതാണ്. ആ തെറ്റ് എന്താന്ന് ആർക്കെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഒരു മിനിറ്റ് അത് റെസിപ്രോക്കൽ ശേഷം വരുന്ന ആളുടെ റെസിപ്രോക്കൽ എടുക്കണം. ഈ 2/3 അല്ല, പിന്നെ ഈ നമ്മൾ ഡിവിഷൻ ഇൻറ്റു ആക്കി മാറ്റി കഴിഞ്ഞാൽ ശേഷം വരുന്ന ആളുടെ എന്ത് ചെയ്യണം? റെസിപ്രോക്കൽ എടുക്കണം. 2/3ന്റെ റെസിപ്രോക്കൽ എന്താ? നേരെ തല തിരിച്ചിട്ടാ മതി. എന്താ? 3/2. ഇനി നേരെ ചെയ്യാ. അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഇത് ബാക്കിയുള്ള രണ്ടുപേർക്കും മനസ്സിലായോ? ഷൻസയ്ക്ക് മനസ്സിലായോ? ഉണ്ട്. പിന്നെ സൻഹയ്ക്ക് മനസ്സിലായോ? മനസ്സിലായി. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് എന്താ ഇങ്ങനെ ആവണത്? ഇതെന്താ ഒരു മാജിക്കോ? തല തിരിച്ചിടല്ലോ, ഇങ്ങനെയൊക്കെ മാത്സിലുണ്ടോ? ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അത് നമുക്ക് അറിയണം. എന്നിട്ട് അത് പഠിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഇത് എന്തുകൊണ്ട് ഇങ്ങനെ, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ആദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്തൊന്ന് എഴുതി വെച്ചോളൂ. 5/7 ഡിവൈഡ് ബൈ 2/3 ഈക്വൽ ടു 5/7 ഇൻറ്റു 3/2. എന്താ വാട്ട് ഹാപ്പൻഡ് ഈസ്, ആദ്യത്തെ ഫ്രാക്ഷൻ അതുപോലെ എഴുതി, ഡിവിഷൻ എന്താക്കി മാറ്റി, മാറ്റം വന്നത് നമുക്ക് വേറെ സെപ്പറേറ്റ് കളറിൽ കൊടുക്കാം. കളറില്ലേ? യെസ്. ഡിവിഷൻ എന്നുള്ളത് എന്തായി? ഇൻറ്റു ആയി മാറി. 2/3 എന്നുള്ളത് എന്തായി മാറി? അതിന്റെ റെസിപ്രോക്കലായി മാറി. മറ്റേത് അതുപോലെ എഴുതിയ വന്ന്. അപ്പൊ ഇങ്ങനെയാണ് അത് ചെയ്യുക. ഇനി നമുക്ക് സാധാ ചെയ്യുന്ന പോലെ 5 ഇൻറ്റു 3 ഓൾ ഡിവൈഡ് ബൈ 7 ഇൻറ്റു 2 വിച്ച് ഇസ് ഈക്വൽ ടു 15 ഡിവൈഡ് ബൈ 14. ഇത്ര എഴുതി വെച്ചിട്ട് യെസ് പറയാം. ഇനി വൈ ഇറ്റ് വർക്ക്സ്. വൈ ശരിക്കും മാത്സിൽ അങ്ങനെയാട്ടോ. മാത്സിൽ എന്ത് കാര്യം പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് രണ്ട് രീതി പഠിക്കാം. ഹൗ, എങ്ങനെ അത് ചെയ്യാം, അതാണ് ഇപ്പോൾ പറഞ്ഞത്. എങ്ങനെ ഡിവിഷൻ ചെയ്യാം, നിങ്ങൾ ഇൻറ്റു ചെയ്യാം, റെസിപ്രോക്കൽ എടുക്കാം, അങ്ങനെ ചെയ്യാം. ഈ കുറച്ചുകൂടെ നല്ല കുട്ടികൾ എന്ത് ചെയ്യും, സാറേ അതെന്തുകൊണ്ടാണ് അങ്ങനെ, വൈ എന്നുള്ളൊരു ചോദ്യം ചോദിക്കും. അപ്പോൾ ഹൗ ഇറ്റ് വർക്ക്സ് ആൻഡ് വൈ ഇറ്റ് വർക്ക്സ് അത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ കേസിൽ നമുക്ക് എല്ലാ കാര്യത്തിലും നമുക്ക് അങ്ങനെ പറയണമെന്നില്ല, പക്ഷെ ചില കാര്യങ്ങളും വൈ എന്തായാലും അന്വേഷിക്കണം നമ്മൾ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ അപ്പോഴേ മാത്സ് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കുക, ദർ വിൽ ബി എ റീസൺ. എന്താണ് ആ റീസൺ? ഞാൻ ഒന്ന് കാണിച്ചു തരാം. 5/7 എന്നുള്ളതിനെ ഞാൻ ഇങ്ങനെ എഴുതി, 5/7. ഓക്കെ, ഇത് എഴുതിയെടുക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി. മനസ്സിലാവോ ഇല്ലയെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. പിന്നെ ഈ ഡിവിഷൻ എന്നുള്ളതിനെ ഞാൻ എന്ത് ചെയ്തു, അതൊരു ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതി. ഡിവിഷൻ ഡിവൈഡഡ് ബൈ 2/3 എന്ന് അതിന്റെ താഴെ എഴുതി. ഈ എഴുതിയത് മനസ്സിലായോ? ഈ ചോദ്യത്തിന് ഇങ്ങനെ എഴുതിയത് മനസ്സിലായോ? യെസ് ഓർ നോ? ഓക്കെ, ക്ലിയർ. ഇനി ഫണ്ടമെന്റൽ ഞാൻ എന്ത് ചെയ്യാണ്, ഈ 2/3നെ ഞാൻ 3/2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അതായത് താഴെയുള്ള ആളെ ഞാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ആണ്? 3/2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. എന്താണ് ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ? മുകളിലൊരു ഫ്രാക്ഷൻ, താഴത്തൊരു ഫ്രാക്ഷൻ, മൊത്തത്തിലൊരു ഫ്രാക്ഷൻ. അപ്പൊ ഈ താഴെയുള്ള ആളെ നമുക്ക് 1 ആക്കി മാറ്റാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്, താഴെയുള്ള ആളെ ഞാൻ 3/2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താലുള്ള ഗുണം എന്താ, ഈ 3യും 3യും ഡിവൈഡ് ഔട്ട് ആവും, 2യും 2യും ഡിവൈഡ് ഔട്ട് ആവും. അപ്പോൾ അത് 1 ആയി മാറും. അതായത് ഒരു നമ്പറിനെ അതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2യും 2യും വെട്ടിപ്പോവും, 3യും 3യും വെട്ടിപ്പോവും, അങ്ങനെ 1 ആയി മാറും. ഈ വെട്ടിപ്പോവാന്നാണ് ഡിവൈഡ് ചെയ്യാന്നാണ്. 3/3 1 ആണ്, 2/2 1 ആണ്. അപ്പോൾ 1/1 1 ഇൻറ്റു 1 1 തന്നെയാണ്. അങ്ങനെയാണ് 1 എന്നുള്ള ആൻസർ കിട്ടുന്നത്. പറയുന്നത് ക്ലിയർ ആണോ? അപ്പൊ ഞാൻ 1 ആക്കാൻ വേണ്ടി, ഈ 2/3യുടെ സ്ഥാനത്ത് 1 ആക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, 3/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇത്രയും ക്ലിയർ ആണോ?
പക്ഷേ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒരു ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററിന് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഫ്രാക്ഷന്റെ വാല്യൂ മാറാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം, ന്യൂമറേറ്ററിനെയും അതേ ഫ്രാക്ഷന്റെ വാല്യൂ എന്ന ചോദ്യം മാറ്റാൻ പാടില്ലല്ലോ. അപ്പൊ നമ്മൾ ഫ്രാക്ഷന്റെ വാല്യൂ മാറാണ്ടിരിക്കാൻ മുകളിൽ എന്ത് ചെയ്തു, സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്ത് 3/2 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ സംഭവിച്ചത് എന്താ നോക്കുക, നമുക്ക് എന്ത് കിട്ടി, 5/7 ഇൻറ്റു 3/2 ഹോൾ ഡിവൈഡഡ് ബൈ 1 കിട്ടി. ഞാൻ ഈ ചോദ്യത്തിന് ആദ്യം ഇങ്ങനെ ആക്കി, അതിനെ ഇങ്ങനെ ആക്കി. അടുത്ത സ്റ്റെപ്പിൽ എന്തായി, 5/7 ഇൻറ്റു 3/2 എന്നായി. അപ്പൊ ഫലത്തിൽ സംഭവിച്ചത് എന്താ നോക്കിയേ. ഈ ചോദ്യം ഞാൻ ആദ്യം അതിന്റെ ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതി, എന്നിട്ട് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തു. എന്താ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ, ഒരു ഫ്രാക്ഷന്റെ മുകളിലും താഴത്തും ഒരേ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രാക്ഷന്റെ വാല്യൂ മാറില്ല. അപ്പൊ ഈ ചോദ്യം തന്നെയാണ് ഇത്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു തന്ത്രം ഉപയോഗിച്ചിട്ടുണ്ട്. എന്താ തന്ത്രം, എനിക്ക് ഈ താഴെയുള്ള ആളെ 1 ആക്കി മാറ്റിയാൽ ആ കോംപ്ലിക്കേഷൻ ഒഴിവാകും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, 3/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 1 ആവും. അപ്പൊ ഫ്രാക്ഷന്റെ വാല്യൂ മാറാണ്ടിരിക്കാൻ അയാളെ മുകളിലും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഫൈനലി വന്നു കഴിഞ്ഞപ്പോ എന്തായി, ഈ ചോദ്യം എന്തിന് ഈക്വൽ ആണ്, ഇതിന് ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് എങ്ങനെ എഴുതാം, ഡിവിഷൻ എന്നുള്ളതിനെ ഇൻറ്റു ആക്കുക, എന്നിട്ട് ശേഷം വരുന്ന ആളുടെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ ഫ്രാക്ഷന്റെ വാല്യൂ മാറില്ല, അല്ല ഈ ചോദ്യം മാറൂല. അതിന്റെ കാരണം ഈ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഒരു സൂത്രത്തിൽ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. 1 ആവുന്ന രീതിയിൽ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഉപയോഗിക്കുന്നതാണ്. ഞാൻ പറയുന്നത് ക്ലിയർ ആയോ, കോംപ്ലിക്കേറ്റഡ് ആയോ, തനക്ക് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അതായത് ശരിക്കും കാണാതെ പഠിക്കുന്ന ഒരു സംഭവം, അതായത് ഡിവിഷൻ ഉള്ളത് ഇൻറ്റു ആക്കാം. അങ്ങനെ തന്നെ പഠിക്കണം നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ. ഡിവിഷൻ എന്നുള്ളത് ഇൻറ്റു ആക്കണം, ശേഷം വരുന്ന ആളുടെ റെസിപ്രോക്കൽ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ചോദ്യത്തിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. അതാണ് ഈക്വൽ ടു ഇടുന്നത്. സാർ അപ്പൊ വേറെ ചോദ്യം നമുക്ക് പെട്ടെന്ന് തോന്നും, സാറേ വേറെ ചോദ്യം ആയില്ലേ, ഇത് ചോദ്യം വേറെ ആയില്ലേ, നമ്മൾ ഇതല്ലേ നമ്മുടെ അടുത്തുള്ള ചോദ്യം, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ വേറെ ചോദ്യം ആയില്ലേ? ഇല്ല. ആ ഇല്ല എന്ന് പറഞ്ഞതിന്റെ തെളിവാണ് ഞാൻ ഇവിടെ കാണിച്ചത്. എന്ത്, ആ ചോദ്യത്തിനെ ഞാൻ ആദ്യം എന്തെഴുതി, ഫ്രാക്ഷൻ രൂപത്തിൽ റെപ്രസെന്റ് ചെയ്തു. ഈ ഡിവിഷനെ ഞാൻ ഫ്രാക്ഷൻ രൂപത്തിൽ റെപ്രസെന്റ് ചെയ്തു. ഇനി ഫ്രാക്ഷന്റെ വാല്യൂ മാറാതെ ഡിനോമിനേറ്റർ 1 ആക്കി ഞാൻ. അത് എന്റെ തന്ത്രം. 3/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിനോമിനേറ്റർ 1 ആവും. അപ്പൊ ഫ്രാക്ഷൻ വാല്യൂ മാറാൻ പാടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, മുകളിലും 3/2 തന്നെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഫലത്തിൽ എന്തായി, ഡിനോമിനേറ്റർ 1 ആയി. ഡിനോമിനേറ്റർ 1 ആയി കഴിഞ്ഞാൽ എന്താ, എനി നമ്പർ ബൈ 1 ഇസ് ഈക്വൽ ടു ദാറ്റ് നമ്പർ, റൈറ്റ്? അപ്പോ 5/7 ഇൻറ്റു 3/2 ബൈ 1 എന്ന് പറഞ്ഞാൽ ദാറ്റ് നമ്പർ, ആ ന്യൂമറേറ്ററിൽ അതുപോലെ എഴുതിയാൽ മതി. അപ്പൊ ഫൈനലി നമുക്ക് എന്ത് കിട്ടി, ഇയാളായതിന്റെ റീസൺ കിട്ടി. ഓക്കെ ആണോ, ക്ലിയർ ആണോ, ഓക്കെ ആണോ? അപ്പൊ റീസൺ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മൈൻഡിൽ ഉണ്ടായത്. പിന്നെ എപ്പോഴെങ്കിലും മറന്നുപോയാൽ എന്നോട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചോളൂ. എങ്കിൽ പോലും അത് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളെ മൈൻഡിൽ ഉണ്ടാവുമ്പോഴേ മാത്സ് ആഴത്തിൽ നമുക്ക് മനസ്സിലായി എന്ന് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ പിന്നീട് നിങ്ങൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ആശയം ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ എന്നോട് ചോദിച്ചാൽ മതി. സോ വി ഹാവ് ഡിസ്കസ്ഡ് ഹൗ വി ക്യാൻ ഡിവൈഡ് 2 ഫ്രാക്ഷൻസ്. ഓക്കെ ആണോ, ക്ലിയർ ആണോ? ആ പറഞ്ഞോളൂ. എന്തോ ഒരു ഓഡിയോയുടെ പ്രശ്നം ഉണ്ടോ നിനക്ക്? ഷെൻസ അല്ലേ ഇത്? ആ, ഷെൻസയ്ക്ക് ഓഡിയോക്ക് എന്തോ ഒരു പ്രശ്നം വരുന്നല്ലോ. വീഡിയോ ഒന്ന് ഓൺ ചെയ്തേ. ഷെൻസ വീഡിയോ ഓൺ ചെയ്ത് ക്ലാസ് ഇരിക്കണം കേട്ടോ എല്ലാവരും. ആ, ഷെൻസയുടെ ഓഡിയോക്ക് എന്തോ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. അത് എനിക്കൊന്നും ലാപ്ടോപ്പിലാണോ ഇയാള്? ലാപ്ടോപ്പിൽ ആ ഓഡിയോ എന്തോ പ്രശ്നമുണ്ട്. അത് ഓഡിയോ മാറ്റണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഹെഡ്ഫോൺ വാങ്ങിയാൽ മതി. നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം ക്ലാസ്സിൽ. അല്ലെങ്കിൽ പിന്നെ ഇയർഫോണോ അങ്ങനെ വെച്ചിട്ട് സംഭവിക്കാം. ഇനി ഒന്ന് പറഞ്ഞോളൂ. എയർപോർട്ട് വെക്കുന്നുണ്ടോ? എന്നാ അതൊന്ന് ഒഴിവാക്കി വെക്കുന്ന ചിലപ്പോ, എന്നിട്ട് ആ ബ്ലൂടൂത്ത് ഒക്കെ ഒന്ന് ഓഫ് ആക്കി. ബ്ലൂടൂത്തിന്റെ പ്രശ്നമാണത്. അതൊന്ന് ഒഴിവാക്കി നോക്കൂ. എന്നാ എനിക്ക് നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ചെയ്ത് നോക്കുവോ? ആ ബ്ലൂടൂത്ത് കണക്ഷൻ വരുന്നോണ്ടാ. വയേർഡ് ആണെങ്കിൽ ഈ പ്രശ്നം വരില്ല. ഇനി ആ കണക്ഷൻ ഒഴിവാക്കിക്കോളൂ. അതിൽ ബ്ലൂടൂത്ത് ഓഫ് ആക്കുക, അല്ലെങ്കിൽ സ്പീക്കറിൽ കേൾക്കില്ല. ഓഫ് ആക്കിയോ? ആ, ഇപ്പൊ നല്ല വൃത്തി. അതായത് ബ്ലൂടൂത്തിനുള്ള ഒരു പ്രശ്നമാണ്. ചിലപ്പോ ഇങ്ങനെ കട്ടായി പോകും. ലാപ്ടോപ്പിലെ സ്പീക്കർ ഇങ്ങനെ ഒരു വേറെ ഉണ്ടോ? അങ്ങനെ ഞാൻ പറയുന്നത് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? എന്നാ പിന്നെ ആദ്യത്തെ പോലെ ഞാൻ നല്ല ശ്രദ്ധിച്ച് കേട്ടോളാം. നീ പറഞ്ഞ കാര്യം എന്തായിരുന്നു? നീ ആദ്യത്തെ പോലെ തന്നെ ആക്കിക്കോ.
അല്ല ഇങ്ങനെ പറഞ്ഞതാ. പറഞ്ഞോളൂ. അതായത് 2/3 നമ്മള് എന്താണ് ലൈക്ക് 1 ആക്കാൻ വേണ്ടിട്ട് നമുക്ക് 2/3 തന്നെ എഴുതിക്കൂടെ? 3/2 എഴുതുന്ന പകരം. അല്ല, ഈ അതെന്താ സംഭവം എന്നറിയോ? 2/3 ഇൻറ്റു 3/2 ചെയ്ത് കഴിഞ്ഞാലേ എന്താ കിട്ടാന്ന് കാണിച്ചുതരാം. 2 ഇൻറ്റു 3 ബൈ 3 ഇൻറ്റു 2 രണ്ടും എന്താണ്? 2 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 6 അല്ലേ? 3 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 6 അല്ലേ? 6/6 എന്താ? 1 ആണ്. നേരെ മറിച്ച് നമ്മൾ 2/3നെ 2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്താ കിട്ടുക നോക്കുക. അതാ ഞാൻ വെട്ടുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഡിവിഷൻ ആണ്. നീ 3/3 വെട്ടി പോവാന്ന് പറഞ്ഞാൽ 2/2 ഒരു ഈസി ട്രിക്ക് എന്ന് മാത്രമേ ഉള്ളൂ. നീ 2/3നെ 2/3 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് എന്താ കിട്ടുക നോക്കുക. 2/3 ഇൻറ്റു 2/3. അപ്പൊ 2 ഇൻറ്റു 2 4 ആ കിട്ടുക. അപ്പൊ നമുക്ക് 1 ആയി മാറൂല. അതാണ് പ്രശ്നം. 4/9 എന്നാ കിട്ടുക. അത് 1 അല്ലല്ലോ. അപ്പോൾ 2/3നെ അതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എപ്പോഴും 1 ആ കിട്ടുക. ഒരു നമ്പറിനെ അതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എപ്പോഴാണ് 1 ആ കിട്ടുക. അത് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ വെട്ടിക്കളയാം. 3 ഉം 3 ഉം 1 ആവും. ഡിവൈഡ് ഔട്ട് ചെയ്താൽ 1 ആവും. 2 ഉം 2 ഉം 1 ആവും. 1 ഇൻറ്റു 1 1. ഐഡിയ ക്ലിയർ ആണോ? ഓക്കെ സർ. ഓക്കെ ആണ്. അപ്പൊ അത് 1 ആക്കാനുള്ള ഒരു ഐഡിയ അത്രേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ? നമുക്ക് അടുത്തതിലേക്ക് മൂവ് ചെയ്യാം അല്ലേ? അപ്പൊ ഇത് റീസൺ നിങ്ങൾ എഴുതി വെക്കണ്ട. ആ കാര്യം മാത്രം എഴുതിയാൽ മതി. റീസൺ നിങ്ങളെ മൈൻഡിൽ ഉണ്ടാവട്ടെ. പിന്നെ വേറെ ആർക്കെങ്കിലും നിങ്ങൾ പറയാൻ ശ്രമിച്ചു നോക്കൂ. അപ്പൊ കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും എന്നോട് ചോദിക്കുക. കാരണം പരീക്ഷയ്ക്ക് ഈ റീസൺ ഒന്നും ചോദിക്കൂല. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ റീസൺ അറിഞ്ഞിരിക്കാം. മാത്സ് താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക? ആ റീസൺ അറിഞ്ഞിരിക്കുന്നത് നല്ല അത്രേ ഉള്ളൂ. ഓക്കെ, റൈറ്റ്. അപ്പൊ നമുക്ക് അത് കഴിഞ്ഞു. ഇനി അടുത്തൊരു പ്രോബ്ലം. 5 ഇതേ 5/7 ഇൻറ്റു 3 5/7 ഇൻറ്റു 5/7 ഡിവൈഡഡ് ബൈ 3/7. നേരത്തെ അതേ ചോദ്യങ്ങൾ തന്നെ മുകളിൽ മൾട്ടിപ്ലിക്കേഷനിൽ എഴുതിയ അതേ ചോദ്യങ്ങൾ തന്നെ ഇവിടെ ചെയ്തു നോക്കാം. ഒന്ന് ചെയ്തിട്ട് ആൻസർ പറഞ്ഞേ. ഫൈനൽ നിങ്ങൾ ഒറ്റക്ക് ചെയ്തേ. ഒറ്റക്ക് ചെയ്തിട്ട് ആൻസർ പറ. 35/21. എങ്ങനെയാ? 35/21. 5/7 ഇൻറ്റു 7/3. ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ ചെയ്യാട്ടോ. ഈ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോഴേ മുകളിലും താഴത്തും ഒരേ നമ്പർ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഡിവൈഡ് ഔട്ട് ചെയ്യാട്ടോ. 1 ആവും ആക്ച്വലി. അപ്പൊ പെട്ടെന്ന് അത് ചെയ്യാം. വേണ്ട, നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് ചെയ്ത് കാണിച്ചുതരാം. 5 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 7. മുകളിലും താഴത്തും ഒരേ നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുകയാണെങ്കിൽ അത് ജസ്റ്റ് ഡിവൈഡ് ഔട്ട് ചെയ്യുക. കാരണം ഫ്രാക്ഷന്റെ വാല്യൂ മാറില്ലല്ലോ. അത് ചിന്തിച്ചാൽ മതി. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വെട്ടുന്നത്. അതും ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് ഫ്രാക്ഷനുമായി ബന്ധമുണ്ട്. അതാണ് നമ്മൾ മുകളിലും താഴത്തും ഒരേ നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഡിവൈഡ് ഔട്ട് ചെയ്ത് 1 എന്ന് എഴുതാം. വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ. എനിവേ നമ്മൾ സാധാ പോലെ എഴുതാം. 5/35/321. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ലോവസ്റ്റ് ഫോമിലേക്ക് ആക്കി കാണിച്ചു തരാം. 35/21 അല്ലേ? രണ്ടിലും ആര് പോകുന്ന അറിയോ? 7 ഡിവൈഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 7 കൊണ്ട് ഡിവൈഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ടേബിൾ എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ ടേബിളിൽ 35 ഉണ്ട്, 21 ഉണ്ട്. അപ്പോൾ 7 കൊണ്ട് ഡിവൈഡ് ഔട്ട് ചെയ്യാം. എത്രയാ? 5/35 എത്രയാ? 3/21 അല്ലേ? അപ്പോൾ 5/3. അപ്പോൾ ഇതിന് നമുക്ക് 5/3 എന്നും എഴുതാം. ലോവസ്റ്റ് ഫോമിലേക്ക് ആക്കുക. അതാണ് ഒരു സ്റ്റാൻഡേർഡ് കേട്ടോ. ഫ്രാക്ഷൻ ലോവസ്റ്റ് ഫോമിലേക്ക് ആക്കുക. അത് അതിന് ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ ഏതാ? ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് ഫ്രാക്ഷൻ. ഒരു ഫ്രാക്ഷനെ മുകളിലും താഴത്ത് ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ഔട്ട് ചെയ്താൽ ഫ്രാക്ഷന്റെ വാല്യൂ മാറില്ല. അതുകൊണ്ട് എപ്പോഴും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത് ഏറ്റവും ലോവസ്റ്റ് ഫോമിലേക്ക് എഴുതി വെക്കുക എന്നുള്ളത്. അപ്പോൾ അതും കൂടെ എഴുതി വെച്ചോളൂ. 5/3 എന്ന് എഴുതി വെച്ചോളൂ. കഴിഞ്ഞോ? ഇത്ര എഴുതി വെച്ചെങ്കിൽ യെസ് പറഞ്ഞേ. വർക്കിംഗ് സ്പേസിൽ എന്ത് ചെയ്യുക? അത് കാണിച്ചു കൊടുക്കുക. അത് എങ്ങനെയാണ് ലോവസ്റ്റ് ഫോമിലേക്ക് ആക്കിയത് എന്നുള്ളത്. അതും കൂടെ എഴുതിയിട്ട് യെസ് പറ. ഓക്കെ, റൈറ്റ്. ഇനി അതാണ് ഇവിടെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. നമുക്ക് ഒറ്റയടിക്ക് ചെയ്യായിരുന്നു. അത് ഈ 7 ഉണ്ടല്ലോ, അത് അങ്ങ് ഡിവൈഡ് ഔട്ട് ചെയ്താൽ 5/3 കിട്ടിയില്ലേ? അപ്പൊ അതിന് ചാൻസ് കിട്ടിയാൽ നിങ്ങൾ വെട്ടിക്കൊണ്ടു. മുകളിലും താഴത്തും ഒരേ സംഖ്യ മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കുകയാണെങ്കിൽ, ആഡ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഇത് പറ്റില്ല കേട്ടോ. അപ്പോൾ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഇല്ലല്ലോ അവിടെ. ഇപ്പൊ എങ്ങനെയാണെങ്കിലോ 7 ഇൻറ്റു 3 ഇങ്ങനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കുക, ഒന്ന് ആഡ് ചെയ്ത്, അത് നമുക്ക് വെട്ടാൻ പറ്റില്ല. കാരണം ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ എപ്പോഴേ പറ്റുള്ളൂ? മുകളിലും താഴത്തും മൾട്ടിപ്ലൈ ഓർ ഡിവൈഡ് ചെയ്ത് കിടക്കുകയാണെങ്കിൽ ഫ്രാക്ഷന്റെ വാല്യൂ മാറില്ല എന്നാണ്. അപ്പൊ അത്തരത്തിലൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിവൈഡ് ഔട്ട് ചെയ്യാം കേട്ടോ. എങ്ങനെ? അത് അപ്പൊ പെട്ടെന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അത് ഒന്ന് ഓർത്ത് വെച്ചാൽ നന്ന്. ഓക്കെ,
റൈറ്റ്. അപ്പൊ ഇനി അടുത്ത മൂന്നാമത്തെ ചോദ്യം എഴുതിയേ, പെട്ടെന്ന് മൂന്നാമത്തെ ചോദ്യം എഴുതിയേ. 5 divided by 7/3. 5 divided by 7/3. ആർക്കാ പറയാൻ പറ്റുക? 5 divided by 7/3. ആദ്യത്തെ ആളെ അതുപോലെ എഴുതി വെക്കുക, അയാൾ കൺഫ്യൂഷൻ ഒന്നുമില്ല. നോക്കൂ, 5/7, 5/7, 5/7, അയാൾ ആദ്യം കാണുന്ന ആൾ അതുപോലെ എഴുതി വെക്കുക. പിന്നെ ഡിവിഷനെ ഇൻറ്റു ആക്കുക. ശേഷം വരുന്ന ആളുടെ റെസിപ്രോക്കൽ എടുക്കുക. 7/3 റെസിപ്രോക്കൽ എന്താ? 3/7. അപ്പൊ 5 into 3 ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്താ. 5 into 3 all divided by 7 which is equal to 15/7. ഐഡിയ ക്ലിയർ ആണെങ്കിൽ യെസ് പറഞ്ഞേ. ഇനി നാലാമത്തെ ചോദ്യം എഴുതി കഴിഞ്ഞു എല്ലാവരും? 5/2 into 3 എന്നുള്ളത് 5/2 divided by 3 ചെയ്യാം. 5/2 divided by 3 which is equal to ആരാ പറയാ? തന്നെ പറയൂ. ഞാൻ തനയോട് ചോദിക്കാനുള്ള കാരണം എന്താ പറയുക, തനയ പറയുന്നത് എനിക്ക് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്, നല്ല വോയിസ്. അതുകൊണ്ട് എനിക്ക് കേൾക്കാൻ സുഖത്തിനാണ് ഞാൻ പെട്ടെന്ന് തനയോട് ചോദിച്ചേട്ടോ. പറഞ്ഞോളൂ. 5/2 into 1/3. 3 എന്ന് പറഞ്ഞാൽ 3/1 ആണല്ലോ. അപ്പൊ 3യുടെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 3/1ന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. അതായത് 1/3 ആണ്. അത്രേ ഉള്ളൂ. അപ്പൊ 1/3 അത്രേ ഉള്ളൂ. അപ്പൊ വിച്ച് ഇസ് ഈക്വൽ ടു 5 into 1 by 2 into 3 which is equal to 5/6. എല്ലാവർക്കും ഈസി ആണോ? അപ്പൊ ഇതിന്റെ റെസിപ്രോക്കൽ 3 means 3/1. അതിന്റെ റെസിപ്രോക്കൽ അല്ലാത്തൊരു വേർഡാണ്, സംഭവം തലരിച്ചിടാത്രേ ഉള്ളൂ. 3/1ന്റെ റെസിപ്രോക്കൽ ആണ് 1/3. ഇത്ര എഴുതി കഴിഞ്ഞെങ്കിൽ യെസ് പറഞ്ഞേ. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു നോക്കിയേ? ഫ്രാക്ഷൻ എന്താന്ന് ബേസിക് പഠിച്ചു, പ്രോപ്പർ ആൻഡ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ പഠിച്ചു. ഇനി ഇംപ്രോപ്പർ ഫ്രാക്ഷനിൽ തന്നെ റിമൈൻഡർ വരികയാണെങ്കിൽ നമുക്ക് അതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റാന്ന് പഠിച്ചു. മിക്സഡ് ഫ്രാക്ഷന്റെ ഫോം നിങ്ങൾക്ക് അറിയാം, ഹോൾ നമ്പർ പ്ലസ് പ്രോപ്പർ ഫ്രാക്ഷൻ എന്നുള്ള രൂപത്തിലാണ്. പ്ലസ് ഉണ്ടാവില്ല, പ്ലസ് അവിടെ എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് ഫ്രാക്ഷൻ എന്താന്ന് പഠിച്ചു. ഒരു ഫ്രാക്ഷന്റെ വാല്യൂ മുകളിലും താഴത്തും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ ഡിവൈഡ് ചെയ്താൽ ഫ്രാക്ഷന്റെ വാല്യൂ മാറില്ല എന്ന് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഓപ്പറേഷൻസിലേക്ക് പോയി. ഓപ്പറേഷൻസ് തന്നെ മൾട്ടിപ്ലിക്കേഷൻസ് എല്ലാ ടൈപ്പ് ചോദ്യവും ചെയ്തു, ഡിവിഷനും എല്ലാ ടൈപ്പ് ചോദ്യം ചെയ്തു. ഇത്രയും ക്ലിയർ ആണോ? ഇനി നമുക്ക് ഏതൊക്കെ ഓപ്പറേഷൻസ് ഉള്ളത്? ഇനി അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. അത് ഒരുമിച്ച് പഠിക്കുക, കാരണം ഒരേപോലെയാണ്. അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. അതിന് സമയമുണ്ടോ? സമയമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഹെഡിങ് എഴുതി വെച്ചേ. അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. ഈ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷനിൽ നമുക്ക് രണ്ടും ഒരുപോലെയാണ്. അതിൽ ഏതെങ്കിലും ഒന്ന് ഡിസ്കസ് ചെയ്താൽ മറ്റേത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നോട്ട് എഴുതാം. ആദ്യം നമുക്ക് അഡീഷൻ ചർച്ച ചെയ്താൽ മതി. അഡീഷനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ കേസ് എന്താ? ആദ്യത്തെ കേസ് ഡിഫറെന്റ് ഡിനോമിനേറ്റർ അല്ല. ഈ രണ്ടാമത്തെ ഇത് ആദ്യവും ഇത് രണ്ടാമത്തെ എഴുതുന്നുണ്ട്. അത് ഒന്ന് ജസ്റ്റ് മാറിപ്പോയതായിരുന്നു. ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ്, സെയിം ഡിനോമിനേറ്റർ ആവുന്ന കേസ്. അത് ആഡ് ചെയ്യുന്ന സമയത്ത് അപ്പൊ അത് ഞാൻ ആദ്യം എഴുതാണേ. 5/7 plus 3/7. 5/7 plus 3/7 സെയിം മറ്റതിലൊക്കെ രണ്ടാമത്തെ ചോദ്യമാണ് ആ നമ്പേഴ്സ്. ഞാൻ ഇത് എളുപ്പമുള്ളത് കൊണ്ട് ഞാൻ അത് ആദ്യം എഴുതി. 5/7 plus 3/7. ആഡ് ചെയ്യുമ്പോഴോ സബ്ട്രാക്ട് ചെയ്യുമ്പോഴോ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ എന്ത് ചെയ്യുക? അത് ആവണം എന്നുള്ളതാണ് സത്യം. ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ സെയിം ആയാലേ നമുക്ക് ശരിക്കും ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും പറ്റുള്ളൂ. ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഈ സെയിം ഡിനോമിനേറ്റർ ആക്കുക എന്നുള്ള ആശയമാണ് വരുന്നത്. ഞാൻ പിന്നീട് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. 5/7 plus 3/7. ഐഡിയ ക്ലിയർ അല്ലേ? അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യും? സെയിം ഡിനോമിനേറ്റർ 7 എന്ന് എഴുതി ആ ഡിനോമിനേറ്റർ അതുപോലെ എഴുതുക. എന്നിട്ട് ന്യൂമറേറ്റർ ആഡ് ചെയ്യുക. 5 plus 3 which is equal to എത്രയാ വരെ ആൻസർ വരിക? ആൻസർ പറഞ്ഞേ. 8/7. അപ്പൊ ഒരു കാര്യം പഠിക്കണം, ബാക്കിയുള്ള ഇതിലൊന്നും ഈ പ്രശ്നമില്ലായിരുന്നു. സെയിം ഡിനോമിനേറ്റർ ആയാൽ എന്ത്, ആയില്ലെങ്കിൽ എന്ത്, നേരെ കാര്യങ്ങൾ ചെയ്താൽ ഒരേപോലെ ചെയ്താൽ മതി. രണ്ടും കണക്കായിരുന്നു.
നേരെ കാര്യങ്ങൾ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ സെയിം ഡിനോമിനേറ്റർ ആയി കഴിഞ്ഞാൽ അത് അതുപോലെ എഴുതിയെടുത്തിട്ട് ന്യൂമറേറ്റർ ആഡ് ചെയ്യുക. സബ്ട്രാക്ഷൻ ആണെങ്കിലും അത് തന്നെയാണ്, അതുപോലെ എഴുതിയിട്ട് ന്യൂമറേറ്റർ സബ്ട്രാക്ട് ചെയ്യുക. ഡിഫറെൻറ്റ് ഡിനോമിനേറ്റർ ആവുന്ന സമയത്ത് ഇതിൽ എന്തുണ്ട്, ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഞാൻ അവസാനിപ്പിക്കും കേട്ടോ, റെഡി ആയാൽ ഞാൻ അവസാനിപ്പിക്കും, അധികം സമയം എടുക്കില്ല. അടുത്ത ക്വസ്റ്റ്യൻ, അതായത് മറ്റേലുള്ള ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 5/7 എഴുതിക്കോളൂ. 5/7 പ്ലസ് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലെ 2/3 അല്ലേ നമ്പർ, 2/3 എഴുതിയോ? ചോദ്യം എഴുതി കഴിഞ്ഞോ? ഇത് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ക്രോസ് മൾട്ടിപ്ലിക്കേ. എന്തുകൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യാം നിങ്ങൾക്ക് പറഞ്ഞു. വൈ ഞാൻ പറഞ്ഞല്ലോ, മാത്സ് നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് രീതിയിൽ പഠിക്കാം, ഹൗ ഇറ്റ് വർക്ക്സ് ആൻഡ് വൈ ഇറ്റ് വർക്ക്സ്. ഞാനിപ്പോൾ ഹൗ ആണ് പറയുന്നത്. ഹൗ എങ്ങനെ ഇത് ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അതിൽ എന്തൊക്കെയോ തിയറി, എന്തുകൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അങ്ങനെ അതിൽ കുറേ തിയറി ഉണ്ട്. അത് വൈയിൽ പെടുന്ന കാര്യമാണ്, അത് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ ആണോ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മാത്രം പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അത് ചെയ്താൽ മതി. പക്ഷേ പരീക്ഷയ്ക്ക് അത് പറഞ്ഞുകൊണ്ട് നമ്മൾ മാത്സ് പഠിച്ചു എന്ന് പറയാം. മാത്സ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ആഴത്തിൽ പഠിക്കുമ്പോഴേ അതിന് രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ വൈ എന്നും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കുക, എന്തുകൊണ്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അവിടെ വർക്ക് ആവുന്നു എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യണം അടുത്ത ക്ലാസ്സിൽ. അപ്പോൾ ജസ്റ്റ് ചെയ്തോളൂ, എന്ത് ചെയ്താൽ മതി, 5/3. അപ്പോൾ അതായത് ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത്, ഇതിനെ ഈ 3നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, 5/3. ഇപ്പം എഴുതിയെടുക്കല്ലേ, ഞാൻ കാണിച്ചുതരാം. ആദ്യം ഞാൻ ആ ഫ്രാക്ഷൻ്റെ ബാർ ഇടുന്നു. ആദ്യം തന്നെ ഡിനോമിനേറ്റർ ആൻസർ 7/3 ചെയ്താൽ നേരെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതെന്താ അഡീഷൻ അല്ലേ? നോക്കിയേ, രണ്ട് ഫ്രാക്ഷൻ ആഡ് ചെയ്യുന്നിടത്ത് ഇതാ മൾട്ടിപ്ലിക്കേഷൻ കടന്നു. അതൊക്കെ എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവാത്തത്? നമ്മൾ വൈ ഡിസ്കസ് ചെയ്യാത്തതുകൊണ്ടാണ്. അത് ആലോചിക്കണം. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് വരും. അപ്പം ഡിഫറെൻറ്റ് ഡിനോമിനേറ്റർ ആണെങ്കിൽ ആദ്യം ഡിനോമിനേറ്റർ കണ്ടെത്താൻ എന്താ, രണ്ടിൻ്റെ ഡിനോമിനേറ്റർ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക, 7/3. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ഡിനോമിനേറ്റർ കണ്ടെത്തിയത് ക്ലിയർ ആണോ? ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഉത്തരത്തിന്റെ ഡിനോമിനേറ്റർ കിട്ടും. ന്യൂമറേറ്റർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാം, ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്യാന്ന 5/3 ചെയ്യാം. 5+3 അല്ല, 5/3. എന്നിട്ട് ഈ പ്ലസ് ചെയ്യാം, പ്ലസ്, എന്നിട്ട് ഇവിടെ ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്യാന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ആണ്. 7/2 അല്ലെങ്കിൽ 2/7, 2/7. അതാണ് ക്രോസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാന്നാണ്. ക്രോസ് ചെയ്യാന്ന് പറഞ്ഞാൽ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അത് ആഡ് ചെയ്യുക. അപ്പോൾ ന്യൂമറേറ്റർ കിട്ടും. ഡിനോമിനേറ്റർ കിട്ടാൻ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. ന്യൂമറേറ്റർ കിട്ടാൻ ക്രോസ് ചെയ്തിട്ട്, ക്രോസ് ചെയ്യുമ്പോൾ അവിടെ മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട്, ക്രോസ് ചെയ്തിട്ട് ആഡ് ചെയ്യുക. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? LCMന്റെ കാര്യമൊക്കെ വഴിയേ പറഞ്ഞത്, അതൊക്കെ ഈ വൈൻ്റെ കാര്യമാണ്. ഈ വൈ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴേ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. LCM ഈ LCM തന്നെ വരണം എന്നില്ല, ഏതെങ്കിലും ഒരു L വരണം എന്നില്ല, കോമൺ മൾട്ടിപ്പിളിലേക്ക് എത്തിയാലും മതി. അതൊക്കെ എന്താന്ന് പറയണമെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു അരമണിക്കൂർ ഡിസ്കഷൻ ഉണ്ട്. അത് ഞാൻ വൈ പറയുമ്പോൾ പറയാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? ബട്ട് ദിസ് വിൽ ഓൾവേസ് വർക്ക്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വിൽ ഓൾവേസ് വർക്ക്. അത് മനസ്സിലാക്കുക. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് എ ട്രിക്ക്. ആ ട്രിക്കിന്റെ പിന്നിൽ ഒരുപാട് സ്റ്റോറി ഉണ്ട്. അത് വൈ, അതിന്റെ LCM കാണാന്നുള്ള ആശയങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. അതൊക്കെ വൈ അറിയുമ്പോൾ നമുക്ക് അതൊക്കെ കണക്ഷൻ എന്താന്ന് മനസ്സിലാവും. ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷനും LCM കണ്ടെത്തലും ഒക്കെ ബന്ധം എന്താന്ന് മനസ്സിലാക്കുക. അത് ഞാൻ ആക്കി തരും. ഓക്കെ, അപ്പൊ ഇത് തൽക്കാലം എഴുതി വെച്ചോളൂ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 5/3 + 2/7/7/3. അപ്പൊ എന്ത് കിട്ടും? 5/3 എത്രയാ? 29/15. നോക്കാം. 15 + 14 all divided by 21, which is equal to 29 divided by 21. ഇതാണോ കിട്ടിയത്? 29/21 ആണ്. ഓക്കെ, ഇതൊക്കെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. വേണമെങ്കിൽ നമുക്ക് മിക്സർ ആക്കാം, വേണ്ട, ആരും നമ്മളോട് പറഞ്ഞില്ല, അതുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തിയെന്നുള്ളൂ. ഓക്കെ അല്ലേ? ഇത്ര എഴുതിയത് ക്ലിയർ ആണോ? ഈ ടോപ്പിക്ക് കഴിഞ്ഞ് ഞാൻ ചെറിയ ഈ 5 ചോദ്യം ഉണ്ടല്ലോ, അതും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കട്ടെ. നിങ്ങൾക്ക് തിരക്ക് എന്തെങ്കിലും ഉണ്ടോ? ഒരു 5 മിനിറ്റും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാം. അതും കൂടെ പറഞ്ഞാലേ തങ്ങൾ ഫുൾഫിൽ ആവുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. ആ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് എന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ അത് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ ഇവിടെ സൈഡിൽ അതൊന്ന് നോട്ട് ചെയ്തോളൂ.
ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് അവിടെ ഒരു ആരോ മാർക്ക് ഇട്ട് കൊടുത്തു. ഏത് മെത്തേഡാണ് നമ്മൾ ഉപയോഗിച്ചത് എന്ന് ഇവിടെ ഒരു ആരോ മാർക്ക് ഇട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ LCM കാണുക എന്നുള്ള പറഞ്ഞതും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്താ ബന്ധം എന്നുള്ളത് പിന്നീട് ഡിസ്കസ് ചെയ്യും. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഇത്രയേ ഉള്ളൂ. എ ബൈ ബി പ്ലസ് സി ബൈ ഡി, ബിയും ഡി ഡിഫറെന്റ് ഡിനോമിനേറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, എ ഇൻറ്റു ഡി പ്ലസ് സി ഇൻറ്റു ബി ഓൾ ഡിവൈഡഡ് ബൈ ബി ഇൻറ്റു ഡി ചെയ്താൽ മതി. അതാണ് അവിടെ അപ്ലൈ ചെയ്തത്. മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നോ? 5 + 7/3 അല്ലേ? 5 + 7/3 എങ്ങനെ ചെയ്യും? സിമ്പിൾ ആണ്. 5 എന്ന് പറഞ്ഞാൽ എന്താ, 5/1 ആണ്, പ്ലസ് 7/3. ഇനി എന്ത് ചെയ്താൽ മതി, ഡിഫറെന്റ് ഡിനോമിനേറ്റർ അല്ലേ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും, 5 × 3 പ്ലസ് 1 × 7 എന്ന് പറഞ്ഞാൽ 7 തന്നെയല്ലേ, ആരും അങ്ങനെ ചെയ്യില്ല, മനസ്സിൽ ചെയ്യുള്ളൂ ഈ സ്റ്റെപ്പൊക്കെ. 1 × 7 ബൈ 1 × 3 എന്ന് പറഞ്ഞാൽ 3 തന്നെയല്ലേ, അതൊക്കെ മനസ്സിൽ ചെയ്യാം. അപ്പോൾ ചിലവർ എന്ത് ചെയ്യും, ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അത് ആഡ് ചെയ്യുക, ബൈ ഇത് ഇടുക, അങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അങ്ങനെ അത് ആക്ച്വലി എന്താ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? ഇങ്ങനെ ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതുകൊണ്ട് ആഡ് ചെയ്യുക, ബൈ ഇത് ഇടുക, അങ്ങനെ പഠിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. കാരണം 1 × 7 ചെയ്യാനൊക്കെ എളുപ്പമല്ലേ, അതുകൊണ്ടാണ് ആഡ് ചെയ്യാന്ന് അങ്ങോട്ട് പറയുന്നത്. ബൈ അത് 1 × 3 എന്നാൽ 3 അല്ലേ, അപ്പൊ അതാണ് സംഭവം. പക്ഷെ ഇങ്ങനെ തന്നെ എഴുതി വെച്ചോളൂ. ഈക്വൽ ടു 15 + 7 ഡിവൈഡ് ബൈ 3 വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാണ് പെട്ടെന്നൊന്ന് പറഞ്ഞേ, 22/3. ഈസി അല്ലേ? അപ്പൊ സംഭവം എന്താ, ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതുകൊണ്ട് ആഡ് ചെയ്യുക, ബൈ ഇത് ചെയ്യാന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അത് തന്നെ സംഭവിച്ചത്. 5 × 3 പിന്നെ പ്ലസ് 7 ഇടാനുള്ള കാരണം ബൈ 1 × 7 7 അല്ലേ, അതുകൊണ്ടാണ് ആ സംഗതി. ബൈ 3 ഇടാനുള്ള കാരണം 1 × 3 3 അല്ലേ, അപ്പൊ അതാ സംഭവം. അപ്പൊ ഇത് അറിയുന്നവന് അത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ക്ലിയർ അല്ലേ? ഇനി ലാസ്റ്റ് ഫോർത്ത് പ്രോബ്ലം എന്തായിരുന്നു, 5/2 + 3 കൊടുക്കുക അല്ലെ. 5/2 + 3 വിച്ച് ഇസ് ഈക്വൽ ടു, പറഞ്ഞോളൂ, 5/2 + 3/1 ആക്കി എഴുതുക. ഡിഫറെന്റ് ഡിനോമിനേറ്റർ അല്ലേ, എന്ത് ചെയ്യാനും പറ്റും, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 5 × 1 + 3 × 2 ഓൾ ഡിവൈഡഡ് ബൈ 2 × 1. ആൻസർ പറഞ്ഞേ 11/2. 11/2 അല്ലേ? ഓക്കെ, ഒരു മിനിറ്റ്. ഹലോ മാഡം, ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഞാൻ ഈ സെഷൻ ഒന്ന് ഫിനിഷ് ചെയ്യാനുണ്ട്. മാഡം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഓക്കെ ആണോ? ഓക്കെ. ഓഡിയോ ഓഫ് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ മക്കളെ ഇത് ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അപ്പോൾ ഫോർത്ത് എക്സാം അല്ലേ, എല്ലാ എക്സാമ്പിളും കഴിഞ്ഞല്ലോ അല്ലേ. അപ്പൊ ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇനിയിപ്പോ നമുക്ക് അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് നാളെ തന്നെ ഒരു സെഷൻ വെക്കാം കേട്ടോ. ഞാൻ നാളെ സെഷൻ ഉണ്ടാവേ, നൈറ്റില് ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്യാം. അപ്പൊ ഒന്ന് റിവൈസ് ചെയ്താലോ, എന്തൊക്കെ ഡിസ്കസ് ചെയ്തെന്ന് റിവൈസ് ചെയ്തിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അപ്പൊ ആദ്യം നമ്മൾ ഫ്രാക്ഷൻ അല്ലേ, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ എന്നുള്ള ഐഡിയ, പ്രോപ്പർ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. പെട്ടെന്നൊന്ന് പറയാൻ പറ്റുമോ? പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാല് ന്യൂമറേറ്റർ ലെസ് ദാൻ ഡിനോമിനേറ്റർ അല്ലേ, ലെസ് ദാൻ ഡിനോമിനേറ്റർ ആണെങ്കിൽ പ്രോപ്പർ ഫ്രാക്ഷൻ. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണെങ്കിലോ ന്യൂമറേറ്റർ ഗ്രേറ്റർ ദാൻ ആവാം, അല്ലെങ്കിൽ ഈക്വൽ ആയാലും നമുക്ക് എന്ത് ചെയ്യാം, ഇംപ്രോപ്പർ എന്ന് വിളിക്കാം. ക്ലിയർ അല്ലേ? ഇനി റിമൈൻഡർ 0 അല്ലാത്ത, അതായത് റിമൈൻഡർ വരുന്ന ഫ്രാക്ഷൻസിന്, ഇംപ്രോപ്പർ ഫ്രാക്ഷൻസിന് നമുക്ക് എന്താക്കി മാറ്റാം, മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റാം. ഓക്കെ, കൂടുതൽ വേണമെങ്കിൽ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം അല്ലേ. നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് ഫ്രാക്ഷൻ പഠിച്ചു അല്ലേ. ക്ലിയർ അല്ലേ? ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് ഫ്രാക്ഷൻ ഓർമ്മയുണ്ടോ? യെസ് ഓർ നോ? ഓക്കെ, ഗ്രേറ്റ്. അത് കഴിഞ്ഞ് ഓപ്പറേഷൻസിലേക്ക് പോയി. ഏതൊക്കെ ഓപ്പറേഷൻസ് പഠിച്ചു? മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ അല്ലേ,
അതിന്റെ റീസൺ ഡിവിഷൻ വരുന്ന സമയത്ത് ഇൻറ്റു എന്നിട്ട് പിന്നെ റെസിപ്രോക്കൽ എടുക്കുന്നതിന്റെ റീസൺ നമ്മൾ നോട്ട് എഴുതിയില്ല, പക്ഷെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അല്ലെ. അത് നിങ്ങൾ വേറെ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് തിരിച്ചു ചോദിക്കണം. ഓക്കെ, അപ്പൊ മാത്സ് പഠിക്കുമ്പോൾ എപ്പോഴും ഹൗ എന്ന് മാത്രമല്ല വൈയും കൂടെ പഠിച്ചിരിക്കണം. അപ്പൊ ഒന്ന് ട്രൈ ചെയ്യണം. വേറൊരാൾക്ക് അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ചേച്ചിക്കോ ഒക്കെ പറഞ്ഞു കൊടുക്കുക എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു. മാത്സ് ലേശം ഐഡിയ ഉള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അവർക്ക് അറിയാം ഡിവിഷൻ ഇങ്ങനെ ഇൻറ്റു ആക്കിയിട്ട് പിന്നെ ശേഷം വരുന്ന റെസിപ്രോക്കലോട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് അവർക്ക് അറിയാം. എന്തുകൊണ്ടെന്ന് നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കും. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും എന്നോട് ചോദിച്ചോളൂ. ഓക്കെ, അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ടതാണത്. ഓക്കെ, പിന്നെ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ 4 കേസസ്. ഏതൊക്കെ കേസസാ? സെയിം ഡിനോമിനേറ്റർ വരുമ്പോൾ എന്ത് ചെയ്യണം അറിയാം അല്ലെ. ഡിഫറെന്റ് ഡിനോമിനേറ്റർ വരുമ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്നാണ് ഇപ്പൊ പഠിച്ചത്. റീസൺ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും അല്ലെ. പിന്നെ ഒരു ഹോൾ നമ്പറും ഒരു ഫ്രാക്ഷനും ഒരു ഹോൾ നമ്പർ, എല്ലാ കേസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെയാവും നമ്മൾ എന്ത് വരിക, സബ്ട്രാക്ഷന്റെ ഇതും വരിക. അപ്പൊ നിങ്ങൾ ഇതേ ചോദ്യം നിങ്ങൾ സബ്ട്രാക്ഷൻ സിമ്പിൾ ഇട്ടിട്ടും കൂടെ നിങ്ങൾ ചെയ്യണം. ക്ലിയർ ആണോ? ഒരു കാര്യം ചെയ്യാതെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ തൽക്കാലം എന്ത് ചെയ്യുക, ആ നോട്ട്സ് എല്ലാം 3 പേരും ഒന്ന് PDF ആയിട്ട് അയച്ചേ. ഇപ്പൊ തന്നെ അയച്ചോളൂ, അയച്ചിട്ട് ലീവ് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ഇപ്പൊ അയക്കാൻ കഴിയില്ല. ആർക്കെങ്കിലും സമയം വൈകുന്നവർ പ്രത്യേകമായിട്ട് പറയാം. പക്ഷെ നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അയക്കണം. പാരന്റ്സ് എത്തിക്കഴിഞ്ഞാൽ തന്നെ അത് അയക്കണം. അല്ലെങ്കിൽ മോർണിംഗ് ഒരുപാട് നേരം വൈകിട്ടാണ് അവർ എത്തുന്നെങ്കിൽ മോർണിംഗ് എന്തായാലും അയക്കണം കേട്ടോ. എന്നാലേ എനിക്ക് നോട്ട്സ് നോക്കാൻ കഴിയുള്ളൂ. എന്നാ ബൈ, നാളെ കാണാം കേട്ടോ. നാളെ ക്ലാസ് ഉണ്ടാവേ, ലീവ് ചെയ്തോളൂ. ഹലോ 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 ഞാൻ ഞാൻ ക്ലാസ് ഫാത്തിമ ഒന്ന് എക്സ്റ്റെൻഡ് റോസിന്റെ ചെയ്യേണ്ടി വന്നു കേട്ടോ. ഹലോ കേൾക്കുന്നുണ്ട്. ആ ഒരു മിനിറ്റ്. ഓക്കെ